ഹലോ 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 ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ഹലോ, എന്താണ് വിശേഷം? എന്താണ് വിശേഷം? ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഗുഡ് ഈവനിങ്. മൺഡേ മൈ ബർത്ത്ഡേ. ഓ, ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. ഓക്കെ. ഹേയ്, ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. എന്താണ് വിശേഷം? എന്താണ് എല്ലാവരുടെയും വിശേഷം? പറയ്, എന്തൊക്കെയാണ്? ചായയൊക്കെ കുടിച്ചോ? എന്താണ് അവസ്ഥ? എന്താണ് ഇന്ന് കേരളപ്പിറവി ദിനമല്ലേ? എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? എന്തൊക്കെയാ? എന്താണ് വിശേഷങ്ങളൊക്കെ പറയും, കേൾക്കട്ടെ. വിശേഷങ്ങളൊക്കെ പറയും. എന്താണ് അവസ്ഥ? എല്ലാവരും പെട്ടെന്ന് ലൈവിലേക്ക് വാ. സുഖം സർ, എനിക്കും സുഖമാണ്, നല്ല വിശേഷം. ഓക്കെ, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? നിങ്ങൾ പഠിക്കുന്നില്ലേ? നമ്മൾ തരുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. നമ്മൾ തരുന്ന സാർ സുഖം. സാർ ലാഗ് ഉണ്ടോ? ചിലപ്പോൾ ശരിയാവും കേട്ടോ, കണക്ഷൻ്റെ ചെറിയൊരു പ്രശ്നമായിരിക്കാം. റെഡി ആവും. ഓക്കെ, റെഡി ആവും. നോക്കാം, നമുക്ക് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പഠിക്കുന്നു സർ, പഠിക്കണം കേട്ടോ. ഏത് കാര്യം നിങ്ങൾ എന്ത് കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ തരുന്ന ഓരോ ക്ലാസ്സുകളും നോട്ടുകളും നിങ്ങൾ എന്ത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് സെറ്റ് ആക്കണം കേട്ടോ. അതിലൊരു സംശയമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ക്ലാസ് അയച്ചു കൊടുക്കുക. വെറുതെ എന്താണ് റീൽസും നോക്കി ഇങ്ങനെ റീലും ഷെയർ ചെയ്തെടുക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യുക? പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് അയച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ക്ലാസ് അയച്ചു കൊടുക്കുക. ഇതെല്ലാവരും പഠിക്കട്ടെ. എനിക്ക് ഒന്നേ പറയാനുള്ള എന്താണ്, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എന്താണ്? എക്കണോമിക്സ് എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ ആണ്. ഇനി മാർക്ക് എന്താവാൻ പാടില്ല? താഴത്തിലടാ. അതാണ് നമുക്ക് വേണ്ടത്. ആ പോളിസിയാണ് വേണ്ടത്. നമ്മുടെ മാർക്ക് ഒരിക്കലും എന്താവില്ല? താഴൂല. മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളുടെ ആൻസർ ഷീറ്റ്, നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ മാർക്ക്, സാർ എക്കണോമിക്സ് മാർക്ക് കിട്ടാൻ എന്ത് ചെയ്യണം? എടാ പഠിക്കണം. വേറെ എന്ത് ചെയ്യാൻ? പഠിക്കണം. ഓരോ കാര്യങ്ങളും പഠിക്കണം. ഒരുപാട് ഗ്രാഫുകളുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ച് സെറ്റാക്കണം കേട്ടോ. എടാ എന്ത് കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. എന്ത് കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. ഓക്കെ, ഹാപ്പി കേരള പിറവി ഓൾ. ഓക്കെ, ഹാപ്പി കേരള പിറവി. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ്? ഇന്ന് നമ്മൾ വൺ ഷോട്ട് ക്ലാസ്. പഠിക്കുമുത്തേ, അതത്രേ ഉള്ളൂ. പഠിക്കുക, അല്ലാതെ എന്ത് ചെയ്യണം? സർ, November 3 മൈ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. ഓക്കെ, സന്തോഷമായോ? എടാ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്താ? ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് വൺ ഷോട്ട് ക്ലാസ് ആണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കുക, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, മാക്രോ എക്കണോമിക്സ് നോക്കുക. എന്താണ്? നമ്മൾ കുറച്ച് സ്പീഡിൽ പോകും കേട്ടോ, പക്ഷെ കണ്ടൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പറയും. ഓക്കെ, നോക്കുക, മാക്രോ എക്കണോമിക്സ് അല്ലേ? മാർക്കോ എക്കണോമിക്സ് പോലെ മാക്രോ എക്കണോമിക്സിലുള്ള സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇത്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സിലുള്ള സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ അത്യാവശ്യം നല്ല ഡെപ്ത് ക്വസ്റ്റ്യൻസ് വരും, നല്ല ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ വരും. നിങ്ങളെ ഞാൻ പഠിപ്പിക്കും, നിങ്ങളെ ഞാൻ മാർക്ക് കൊണ്ട് മൂടും, A+ കൊണ്ട് നിറയ്ക്കും അല്ലേ? ഫുൾ മാർക്കിനേക്കാൾ വലുത് എന്താണെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കും. നമുക്ക് എന്താ വേണ്ടത്? മാർക്കോ എക്കണോമിക്സ് അല്ലേ? മാർക്കോ എക്കണോമിക്സ്, അതാണ് നമുക്ക് വേണ്ടത്. മാർക്കുള്ള എക്കണോമിക്സ് ആക്കി മാറ്റണം, മാർക്ക് കിട്ടുന്ന എക്കണോമിക്സ് ആക്കി മാറ്റണം. ലിയോ അറിയോ? അവിടെ തുടങ്ങി. ഗൗതം, ഹലോ, സുഖാണോ? എല്ലാവരും അങ്ങോട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചോളൂ. പക്ഷെ നമ്മുടെ ക്ലാസ് പഠിക്കണം കേട്ടോ, ക്ലാസ് കേൾക്കണം. ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് ക്ലാസ് തുടങ്ങും സാർ. തുടങ്ങാം. ഞാൻ കുറച്ച് ആൾക്കാർ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് കേട്ടോ. ആർക്കോ എക്കണോമിക്സ്. ആർക്കോ വേണ്ടി പഠിക്കുന്ന പോലെ ആവരുത്, നമുക്ക് വേണ്ടി തന്നെ പഠിക്കുക. നല്ല മാർക്ക് കിട്ടിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ കേട്ടോ, ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നിങ്ങളുടെ +2 എക്കണോമിക്സിൽ ദ മോസ്റ്റ് ടഫസ്റ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദ മോസ്റ്റ് പവർഫുൾ പീപ്പിൾ മേക്ക് പ്ലേസസ് പവർഫുൾ എന്ന് പറയുന്ന പോലെ പവർഫുൾ ചാപ്റ്റർ മേക്ക് എക്സാമിനേഷൻ ടഫസ്റ്റ് അല്ലേ? ഓക്കെ, മാർക്കോ സെറ്റാക്കോ സാർ? ശരിയാക്കാം. മാക്രോ സെറ്റാക്കാം, നമുക്ക് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ എന്താണ്? അത്യാവശ്യം നല്ല ഡെപ്ത് ചാപ്റ്ററാണ്, നല്ല ടഫ് ചാപ്റ്ററാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് കൃത്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. 22 വ്യൂസ്, 20 ഫ്ലേട്ടിംഗ്, 2 ലിസണിങ്. അത് മതി. കനലൊരു തരി മതി. ഒരാളെങ്കിലും ഒരാൾ അത് കേട്ടാൽ മതി. മനസ്സിലായില്ലേ? ഒരാളെങ്കിലും ഒരാൾ മതിയടാ. മനസ്സിലായില്ലേ? ഒരാളെങ്കിലും ഒരാൾ. ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത് മോൺസ്റ്ററിനെ മതി എനിക്ക്. മോൺസ്റ്റേഴ്സ് ഇവിടെ വാ.
മാർക്ക് ഉണ്ടാക്കി തരാം, മാർക്ക് സെറ്റാക്കി തരാം. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൻ്റെ ചാപ്റ്ററിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, അത്യാവശ്യം തിയറികൾ പറയാനുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങല്ലേ, സെറ്റാക്കല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ് കേട്ടോ. നിങ്ങൾ നോക്കുക, നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ് നാഷണൽ ഇൻകം? എക്സാമിന് ചോദിക്കും, വാട്ട് ഡു യു മീൻ ബൈ നാഷണൽ ഇൻകം? ഐ എം എ മോൺസ്റ്റർ. ആരാണത്? ഗൗതം മോൺസ്റ്റർ ആണല്ലേ? സർ മൈക്ക് ഇടക്ക് ബഗ് ആവുന്നുണ്ട്. ഉണ്ടോ സർ? ചായ കുടിച്ചു? ഞാൻ കുടിച്ചു കേട്ടോ. നോക്കട്ടെ, മൈക്ക് ഒന്ന് നോക്കട്ടെ, ഒറ്റ മിനിറ്റ്. മൈക്കിൻ്റെ ഇഷ്യൂ നോക്കട്ടെ. ചിലപ്പോൾ മൈക്ക് ഇവിടെ വെച്ചോണ്ടായിരിക്കാം. എടാ ഇപ്പോൾ ഓക്കെ ആണോ? എടാ ഇപ്പോൾ ഓക്കെ ആണോ? എടാ ഇപ്പം എന്താ അവസ്ഥ? കേൾക്കുന്നുണ്ടോ? മൈക്ക് പ്രോബ്ലം ഇല്ലല്ലോ. എടാ ചിലർ വെറുതെ കമൻറ്റ് ഇടില്ല കേട്ടോ, വെറുതെ കമൻറ്റ് ഇട്ട് അലമ്പാക്കില്ല കേട്ടോ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഓരോന്ന് ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്, ഈച്ച് ആൻഡ് എവരി പോയിന്റ് പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് എക്സാമിന് ചോദിക്കും, 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കും, എടാ എന്താടാ നാഷണൽ ഇൻകം? എടാ എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എടാ എന്തൊക്കെയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ സംഭവിക്കുന്നത്? എന്താണ് നാഷണൽ ഇൻകം അല്ലേ? എടാ വെയിറ്റേജ് ആയി ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇതിന്ന് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് വരും കേട്ടോ, നല്ല ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ വരും കേട്ടോ. സം ഓഫ് ടോട്ടൽ, അതെ ആൻസർ ആര് പവറാട്ടോ, അത് പവർ. ഓക്കെ, നികിത അല്ലേ? നികിത പവറാണ് കേട്ടോ. ഓക്കെ, നെജ വന്നോ? എടാ നെജ വന്നോട്ടെ, നീ പഠിച്ചു കഴിഞ്ഞാൽ നെജ നിന്റെ പിന്നാലെ വന്നോളൂ. നീ എന്തിനാ പേടിക്കുന്നേ അല്ലേ? അല്ലെങ്കിൽ നെജ നല്ല കോളേജിൽ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിയാൽ നീ മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും കേട്ടോ. ശ്രദ്ധിക്കുക. ഓക്കെ, നാഷണൽ ഇൻകം എന്താ? നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ വരുമാനം. എടാ എനിക്ക് കിട്ടുന്ന വരുമാനം എൻ്റെ ഇൻകമാണ്. എനിക്ക് കിട്ടുന്ന ഇൻകം എന്താണ്? എനിക്ക് കിട്ടുന്ന പൈസ എൻ്റെ ഇൻകമാണ്. അതുപോലെ എന്താണ് സാറേ, പെങ്ങളാണോ? സോറി ഏട്ടായി, ഞാൻ അറിഞ്ഞില്ല ഏട്ടായി. ഓക്കെ, സോറി. ഓക്കെ, നെജ വരും. അല്ലേ? നെജ വന്നോട്ടെ, പക്ഷെ നമുക്ക് നെജമാ മാർക്ക് വേണം. മനസ്സിലായില്ലേ? അതിനെന്ത് വേണം? ഇത് പോതും, നമുക്ക് ഇത് പോതുമേ, വേറൊന്നും വേണ്ട, ഇത് പോതുമേ, ഇന്റെ സ്ലൈഡ് പോതുമേ, ഇത് പഠിച്ചാൽ മതി. എടാ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി, വേറൊന്നും വേണ്ട, ഇത് പോതുമേ. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. നാഷണൽ ഇൻകം എന്താണ്? നാഷണൽ ഇൻകം ഈസ് ദ സം ടോട്ടൽ. എന്താണ് സം ടോട്ടൽ ഓഫ് മണി? അതായത് സം ടോട്ടൽ ചെന്ന പൈസ എല്ലാം കൂട്ടുകയാണ് നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനം. മനസ്സിലായില്ലേ? എന്തൊക്കെയാണ് കമന്റ് ഇടുന്നത്? ശ്രദ്ധിക്കുക. നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ മൊത്തം ഇൻകം, ഒരു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം, ടോട്ടൽ മണി വാല്യൂ അല്ലെങ്കിൽ സം ഓഫ് ടോട്ടൽ ദ മണി വാല്യൂ ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് കേട്ടോ. ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധന സേവനങ്ങളുടെ ആകെ തുക. മനസ്സിലാക്കുക, ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ ആകെ തുക. സർ പൂക്കിയാണ് അൽവിൻ, എന്തുവാടാ നിനക്ക്? ഫൈനലി നെജ വന്ന്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. നോക്കുക, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ ആകെ തുക. എടാ ഗുഡ്സും സർവീസും ഉണ്ട് അല്ലേ? ഒരു രാജ്യത്ത് ഗുഡ്സുകളും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഒരു രാജ്യത്ത് ലാഗ് ആവുന്നുണ്ടോ? എനിക്കറിയില്ല ലാഗ് ആവുന്നുണ്ടോ. എനിക്കതിന് പ്രോബ്ലം ഒന്നും ഇതിൽ കാണുന്നില്ലല്ലോ. നിങ്ങൾ നോക്കുക, നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ആ പ്രോബ്ലം ഉണ്ടോ? എനിക്കറിയില്ല. എടാ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ ആകെ തുകയാണ് നമ്മൾ എന്ത് പറയാ? നാഷണൽ ഇൻകം എന്ന് പറയും. നോക്കുക, നാഷണൽ ഇൻകം ഈസ് ദ സം ടോട്ടൽ ഓഫ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതൊരു ഇമ്പോർട്ടൻറ്റ് വേർഡാണ്. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് produced in a country during a financial year. It's the income of the people of a nation during a year. ഒരു രാജ്യത്ത് താമസിക്കുന്ന മൊത്തം ആൾക്കാരുടെയും ഇൻകം കൂട്ടിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന് വരുമാനം കിട്ടും. മനസ്സിലായോ? ഒരു രാജ്യത്തുള്ള മൊത്തം ആളുകളുടെ ഇൻകം കൂട്ടിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന് വരുമാനം കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ടോട്ടൽ ഫൈനൽ സം ഓഫ് മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ ആകെ തുകയാണ് നമ്മൾ എന്ത് വിളിക്കുക? നാഷണൽ ഇൻകം. എക്സാമിന് എന്താണ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എഴുതി വെക്കണം. ഷുവറായിട്ടും നിർബന്ധമായിട്ടും എഴുതി വെക്കണം കേട്ടോ.
ഒരു സംശയമില്ല, നിങ്ങൾ ഇത് എഴുതി വെക്കണം, എഴുതി വെച്ചേ പറ്റൂ, അതിലൊരു സംശയമില്ല. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യം വരാണ്, വാട്ട് യു മീൻ ബൈ നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം എന്താ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ എഴുതണം, നാഷണൽ ഇൻകം ഈസ് ദ സം ടോട്ടൽ ഓഫ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഒന്നും കൂടെ പറയാണ്, റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കുക, ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ ആകെ തുകയാണ് നമ്മൾ എന്ത് വിളിക്കുക? നാഷണൽ ഇൻകം എന്ന് വിളിക്കുക. ഓക്കെ, മനസ്സിലായോ? എടാ മനസ്സിലായെങ്കിൽ ഒന്ന് ഓക്കെ, സെറ്റ് എന്ന് പറയട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെക്കണേ. നമ്മൾ എഴുതുന്ന ഓരോന്നും ഇത് അത്യാവശ്യം നല്ല ടഫ് ഭാഗങ്ങൾ വരാനുണ്ട്, ടഫ് ഏരിയാസ് വരാനുണ്ട്. ഇക്വേഷൻസ് നിങ്ങൾ പക്കായിട്ട് പഠിക്കണം. മനസ്സിലായില്ലേ? ഉയരം കൂടിയ കോട്ടകൾ കെട്ടണമെങ്കിൽ, ഉയരം കൂടിയ മാർക്കുകൾ വേണമെങ്കിൽ, നല്ല കിടിലം മാർക്ക് വേണമെങ്കിൽ ആഴം കൂടിയ കുഴികൾ കുഴിക്കണം. നമ്മുടെ ബേസ് ശരിയാക്കണം. ആഴം കൂടിയ കുഴികൾ കുഴിച്ചാലേ എന്താണ് ഉയരം കൂടിയ കോട്ടകൾ കെട്ടാൻ പറ്റൂ. എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക, നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിലെ മോൺസ്റ്റർ ആയിരിക്കണം. ഗ്യാങ്ങുമായി വരുന്നവർ ഗ്യാങ്സ്റ്റർ, നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്. സ്വന്തം മാർക്ക് കണ്ടിട്ട് സ്വന്തം കണ്ണ് തള്ളിപ്പോണം. മനസ്സിലായില്ലേ? എടാ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാ, ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോടാന്ന് ചോദിക്കണം. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കണ്ടിട്ട് നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാവും, ഇവനെ കൊണ്ടും ഇവളെ കൊണ്ടൊന്നും പഠിച്ചാലൊക്കൂല, വെറുതെ ഇങ്ങനെ നേരം പോക്കുക, റീൽസും കണ്ട് ഇൻസ്റ്റയും കണ്ടിട്ട് മാർക്കൊന്നുമില്ല, നിനക്ക് എവിടെ അഡ്മിഷൻ കിട്ടൂല, നീ പൊട്ടും, നീ ഫെയിലാവും, നിനക്ക് A+ കിട്ടില്ല, ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ നിങ്ങൾ പറയണം, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരാടാ, ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോ അല്ലേ? അത് നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ മാർക്ക് കണ്ടിട്ട് എന്ത് ചെയ്യണം? ഞങ്ങളുടെ നാട്ടിൽ അയാളെ റോക്കി ബായ് എന്ന് വിളിക്കൂലേ, സലാം റോക്കി ബായ് എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങളുടെ മാർക്ക് സെറ്റ് ആക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ഓക്കെ, ഫൈനൽ ഗുഡ്. ഇതൊക്കെ ഓരോ ടേംസ് ആട്ടോ. ഇതൊക്കെ ഓരോ 2 മാർക്കിനും 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ടേംസ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഓരോന്നും ചോദിക്കാറുണ്ട് കേട്ടോ, ഓരോന്നും ചോദിക്കാറുണ്ട്, ഓരോ സാധനങ്ങളും ചോദിക്കാറുണ്ട്. ഫൈനൽ ഗുഡ് എന്താണെന്ന് ചോദിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ. എടാ ഫൈനൽ ഗുഡ് എന്താ? ഫൈനലി കിട്ടുന്ന എന്താ? ഞാൻ ആലോചിച്ചോക്കാം. എടാ ഉള്ളി, അരി, കറാമ്പു, ചിക്കൻ, മസാല, ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടുപ്പത്തൊക്കെ വെച്ചാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫൈനലി കിട്ടുന്ന ഗുഡാണ് എന്ത്? ഫൈനൽ ഗുഡ്. അപ്പോൾ ബിരിയാണി എന്താണ്? ഒരു ഫൈനൽ ഗുഡാണ്. സർ കാണിച്ചു കൊടുത്തോളാം എക്സാം, അത് മതി. KGF അത് മതി, യൂസ്ഡ് ഫോർ കൺസംഷൻ. അതെ, ഫൈനൽ ഗുഡ് എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക, എടാ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഗുഡ്, ഫൈനലി നമുക്ക് കിട്ടുന്ന ഗുഡ് ഫോർ കൺസംഷന് വേണ്ടി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സാധനം, ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഫൈനൽ ഗുഡ് എന്ന് പറയാം. നിങ്ങൾ നോക്കാം, ഗുഡ്സ് യൂസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ കേട്ടോ. ഗുഡ്സ് യൂസ്ഡ് ഫോർ എന്താണ്? ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ടാണ്. എന്താണ് ഗുഡ്സ് യൂസ്ഡ് ഫോർ? ഞാൻ ഇങ്ക് മാറ്റട്ടെ, നോക്കാം. ഗുഡ്സ് യൂസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ കേട്ടോ. ഫൈനൽ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക? കൺസംഷൻ എന്ന് വെച്ചാൽ എന്താ? പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുക. അത് എന്ത് സാധനം ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫൈനൽ ഗുഡ് ആക്കുക കേട്ടോ. നിങ്ങൾ നോക്കുക, ഗുഡ്സ് യൂസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ ആൻഡ് നോട്ട് അഗെയിൻ സബ്ജക്റ്റ് ടു ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ഫൈനൽ ഗുഡ്. ആ ഗുഡ് നമ്മൾ ഇനി എന്ത് ചെയ്യില്ല? ഫർദർ പ്രൊഡക്ഷന് വേണ്ടിയൊന്നും യൂസ് ചെയ്യില്ല. വീണ്ടും നമ്മൾ അത് എടുത്തിട്ട് പ്രൊഡക്ഷൻ പർപ്പസിലൊന്നും ഇൻവോൾവ് ചെയ്യിക്കില്ല. അത് നമ്മൾ എന്താ ചെയ്യുന്നത്? അത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പേഴ്സണൽ കൺസംഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് യൂസ് ചെയ്യുന്നത്. നോക്കുക, ഗുഡ്സ് യൂസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ ആൻഡ് നോട്ട് അഗെയിൻ സബ്ജക്റ്റ് ടു ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ഫൈനൽ ഗുഡ്. ഫൈനൽ ഗുഡ് ഇറ്റ് സെൽഫ് ആർ 2 ടൈപ്സ്. അത് ഏതൊക്കെ ഗുഡാണുള്ളത്? കൺസംഷൻ ഗുഡ് ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ് ഉണ്ട്. അപ്പോൾ ഫൈനൽ ഗുഡിനെ നമുക്ക് 2 ആക്കി തരംതിരിക്കാം. കൺസംഷൻ ഗുഡും ക്യാപിറ്റൽ ഗുഡും. ഇങ്ങനെ 2 ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ തരംതിരിക്കുന്നുണ്ട്. മനസ്സിലാക്കുക, ഗുഡ്സ് യൂസ്ഡ് ഫോർ കൺസംഷൻ, ഇതിനാണെന്ന് പറയാം ഫൈനൽ ഗുഡ് അല്ലേ? അത് വീണ്ടും ഒരു പ്രൊഡക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യില്ല, വീണ്ടും ഫർദർ ഒരു പ്രൊഡക്ഷൻ എന്ത് ചെയ്യില്ല, ഇത് കൊണ്ടുപോകില്ല കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. നോക്കാം, ഓരോന്ന് പറയാം. കൺസ്യൂമർ ഗുഡ് ഓർ കൺസംഷൻ ഗുഡ്. എന്താണ് കൺസ്യൂമർ ഗുഡ് അല്ലെങ്കിൽ എന്താണ് കൺസംഷൻ ഗുഡ്? നമ്മൾ നേരത്തെ പറഞ്ഞു. സർ ഹെൽപ്പ് മീ. ഹൗ? എങ്ങനെ ഹെൽപ്പ് ചെയ്യണം? പറഞ്ഞോ, എങ്ങനെ ഹെൽപ്പ് ചെയ്യണം? കൺസ്യൂമർ ഓർ കൺസംഷൻ ഗുഡ്. നോക്കുക, ഗുഡ്സ് ആർ നോട്ട് സബ്ജക്റ്റ് ടു ഫർദർ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് യൂസ്ഡ് ബൈ കൺസ്യൂമർ ഡയറക്ട്ലി. കൺസ്യൂമർ ഡയറക്ട്ലി യൂസ് ചെയ്യാണ്. ഇനി അതെന്ത് ചെയ്യില്ല, ഒരു ഫെർദർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിനൊന്നും യൂസ് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യുക? അത് വാങ്ങിച്ച് കഴിക്കുകയാണ്, വാങ്ങിച്ച് യൂസ് ചെയ്യാണ്. ഫൈനലി നമ്മളത് യൂസ് ചെയ്യാണ്.
ഓക്കെ, നമ്മളത് യൂസ് ചെയ്യാണ്, നമ്മളത് വാങ്ങിച്ച് കഴിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഗുഡ്സ് ആർ നോട്ട് സബ്ജക്റ്റ് ടു ഫർദർ പ്രോസസ്. ഇനി ഒരു ഫർദർ പ്രോസസ്സിന് അത് പോവില്ല. പകരം എന്താണ്, പ്രൊഡക്ഷൻ ആൻഡ് യൂസ്ഡ് ബൈ കൺസ്യൂമർ ഡയറക്ട്ലി അത് യൂസ് ചെയ്യാണ്. കോൾഡ് കൺസംപ്ഷൻ ഗുഡ്. പെന്ന് പെൻസിൽ, എടാ പെന്നും പെൻസിലും കിട്ടി, അതുകൊണ്ട് എഴുതാന്നല്ലാതെ ഇനി അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി അത് വെച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പം നമ്മൾ എഴുതാനാണ് എന്ത് ചെയ്യണത്, വരയ്ക്കാനാണ് പെന്നും പെൻസിലും വാങ്ങിക്കുന്നത്. ഇനി അത് ഫർദറായിട്ട് വേറെ ഒന്നിനും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളത് ഫർദറായിട്ട് യൂസ് ചെയ്യില്ല. അതായത് ഫർദറായിട്ട് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാവില്ല പെന്ന്. ഈ പെന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുമോ? ചെയ്യാൻ പറ്റില്ല. ഈ പെന്ന് ഉപയോഗിച്ച് എഴുതുക, വരയ്ക്കുക എന്നുള്ളതാണ് ഫൈനലി നമ്മൾ ചെയ്യുന്നത്. അതാണ് കൺസംഷൻ ഗുഡ് എന്ന് പറയുന്നത്. നോക്കുക, പ്രൊഡ്യൂസർ ഗുഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്. നമ്മൾ ഓരോ സാധനങ്ങളും പറയുകയാണ്, ഇതൊക്കെ ചോദിക്കും. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രോബ്ലം ഉണ്ട്. പറയും, എന്താണ് പ്രോബ്ലം? ഗുഡ്സ് വിച്ച് ആർ നോട്ട് സബ്ജക്റ്റ് ടു ദ ഫർദർ. നമ്മൾ പറയുന്ന ഓരോ ടേംസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതണം കേട്ടോ. ഓക്കെ, ഗുഡ്സ് വൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ പ്രൊഡക്ഷൻ. എടാ, ഒരിക്കൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡാണ്, അത് വീണ്ടും എന്ത് ചെയ്യാം, വിച്ച് ക്യാൻ യൂസ്ഡ് അഗെയിൻ ഫോർ പ്രൊഡക്ഷൻ. ഒരിക്കൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാം, പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമാവാം. അങ്ങനത്തെ ഗുഡ്സിനാണ് നമ്മൾ എന്ത് പറയുക, ക്യാപിറ്റൽ ഗുഡ്. എടാ, മെഷീൻസ്, ബിൽഡിങ്, അത് നമ്മളൊരു മെഷീൻ ഉണ്ടാക്കി, അതൊരു ഫൈനൽ ഗുഡാണ്. ആ മെഷീൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൂടെ, അതിനാണ് നമ്മൾ എന്ത് പറയുക, ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയുക. ഞാൻ മെഷീൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ഫൈനൽ ഗുഡാണ്. ഈ മെഷീനറി വെച്ചിട്ട് എനിക്ക് വേറെ എന്തൊക്കെയോ എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പം എന്താണ് അത്, എന്തിൻ്റെ ഭാഗമാണ് മനസ്സിലാക്കുക, അതെന്താണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്. മെഷീന്, ബിൽഡിംഗ് ഒരു ഫൈനൽ ഗുഡാണ്. ആ ബിൽഡിംഗ് വെച്ചിട്ട് വീണ്ടും എന്തൊക്കെയോ ചെയ്തൂടെ, ആ ബിൽഡിങ്ങിൽ റീഅറേഞ്ച്മെന്റ് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തൂടെ. അങ്ങനെ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്തിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്, ക്യാപിറ്റൽ ഗുഡിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. സർ ക്ലിയർ ആവുന്നില്ല. നികിതൊക്കെ മാത്രമാണല്ലോ ഈ പ്രശ്നമുള്ളത്, ബാക്കിയുള്ളവർക്കൊക്കെ ക്ലിയർ അല്ലേ? നികിത, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കാതിരിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് കമൻ്റ് ഇട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. വെയിറ്റ്, ഒന്നുകൂടെ നോക്കട്ടെ, വെയിറ്റ്. എടാ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ? നോ പ്രോബ്ലം സർ. ഓക്കെ, പ്രോബ്ലം ഒന്നും ഇല്ല എല്ലാവരും പറയുന്നത്. നികിത ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ഇൻ്റർമീഡിയറ്റ് ഗുഡ്. എടാ, ഇൻ്റർമീഡിയറ്റ് എന്ന് വെച്ചാൽ തന്നെ എന്താണ്, അതെന്തോ ഒരു പകുതിക്ക് നിൽക്കുന്ന സാധനമാണ് അല്ലേ, ഒരു പകുതി. സർ അവൻ്റെ ഫോണിന് വല്ല കുഴപ്പമുണ്ടാകുന്നു ആണോ? സമ്മൺ സ്റ്റാറിങ് യു ഡാർല 143. ഓക്കെ, ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. എന്താ ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? ഗുഡ്സ് യൂസ്ഡ് ആസ് എ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ് ആർ കോൾഡ്. എടാ, ഒരു ഗുഡ്സ് അത് വേറൊരു ഗുഡ്സിന്റെ പ്രൊഡക്ഷനിൽ ഇൻപുട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുക, ഇന്റർമീഡിയറ്റ് ഗുഡ്. എടാ, ബിരിയാണി എന്ന് പറഞ്ഞ ഫൈനൽ ഗുഡ് ഉണ്ട്. ബിരിയാണിയാണ് നമ്മൾ ഫൈനലി കഴിക്കുന്നത്, അതാണ് നമ്മുടെ ഫൈനൽ ഗുഡ് എന്ന് വിചാരിക്കുക. അതിൻ്റെ ഇൻപുട്ടുകൾ എന്തൊക്കെയാ? അരി, ഉള്ളി, തക്കാളി, കറാമ്പട്ട, കാഷ്യൂ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിന് ചേർക്കുന്ന മസാല, ചിക്കൻ, ഇതൊക്കെ എന്താണ്? ഇൻപുട്ടുകളാണ്. ആ ഇൻപുട്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. അതായത് ഫൈനൽ ഗുഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുക. നല്ല ബിരിയാണിയിലെ നല്ല കിടിലം ബിരിയാണി. ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ ബിരിയാണി സ്പോട്ടുകളുണ്ട്. ബിരിയാണിയുടെ മെയിൻ പ്ലേസ് തന്നെ ഞങ്ങളുടെ നാട് അല്ലെ. ഉച്ച സമയമായി കഴിഞ്ഞാൽ നല്ല ചൂട് ദമ്മ് ബിരിയാണിയൊക്കെ കഴിക്കാൻ കിട്ടുന്ന ഒരു ഫീലുണ്ട്. മോനെ ഓഫ് അല്ലേ, വേറെ ലെവലാണത്. ഓക്കെ, നിങ്ങൾ നോക്കാം. എക്സാമ്പിൾ, വുഡ് ഇൻ പേപ്പർ ഫാക്ടറി. എടാ, വുഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ വുഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പേപ്പർ ഉണ്ടാക്കുന്നത് കേട്ടോ. ബിരിയാണി വേണ്ട, മന്തി മതി. ഓക്കെ, മന്തി ലവേഴ്സ് ഉണ്ടല്ലേ കുറേ. ഓക്കെ, നോക്കുക. ലെതർ ഇൻ ഷൂ ഫാക്ടറി. എടാ, ലെതർ എന്ന് പറയുന്നത് ലെതർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ലെതർ എന്താണ്? ഒരു ഇന്റർമീഡിയറ്റ് ഗുഡാണ് കേട്ടോ. ലെതർ എന്താണ്? ഒരു ഇന്റർമീഡിയറ്റ് ഗുഡാണ്. ഈ ലെതർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ലെതർ ഇന്റർമീഡിയറ്റ് ഗുഡാണ്, ഷൂ ഫൈനൽ ഗുഡാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഓരോ ടേംസ് ഇങ്ങനെ പറഞ്ഞു പോവാണേ. അടുത്തത് എന്താണ് ഇൻവെസ്റ്റ്മെന്റ്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ മലയാളത്തിൽ നിക്ഷേപം എന്നാണ് അർത്ഥം. സാറിൻ്റെ നെയിം എന്താ? എൻ്റെ നെയിം സിറാജ് മുഹമ്മദ്. ഓക്കെ, സിറാജ് മുഹമ്മദ്. ഞാൻ കോഴിക്കോട്, കാലിക്കറ്റ് കേട്ടോ, കാലിക്കറ്റ് ഫറൂഖ്. ഓക്കെ, കാലിക്കറ്റ് ഫറൂഖ് എന്ന് പറഞ്ഞ സ്ഥലം കോഴിക്കോട് തന്നെ, നമ്മുടെ നാട് കോഴിക്കോട്. നല്ല ബിരിയാണി, ഐശ്വര്യതി അല്ലേ,
കൽബിൽ തീനൊഴുകണ കോഴിക്കോട് അല്ലേ, കടലമ്മ മുത്തുന്ന കര കോഴിക്കോട്, ഹൽവ മനസ്സുള്ളിരി കോഴിക്കോട്, വേണേ കണ്ടോളി അല്ലേ. ഓക്കെ, ഞങ്ങൾ റോക്കി ബായ് എന്ന് വിളിച്ചോ, നിങ്ങൾ റോക്കി ബായ് എന്ന് വിളിച്ചോ, സെറ്റാണ് കേട്ടോ, മനസ്സിലായില്ലേ. പക്ഷെ എനിക്ക് നിങ്ങളെ മോൺസ്റ്റർ ആയിട്ട് മതി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മാർക്ക് കണ്ടിട്ട് അല്ലേ മോൺസ്റ്റർ എന്ന് വിളിക്കണം. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് എന്താ, നിക്ഷേപം എന്താ നമുക്ക് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് മീൻസ് ക്യാപിറ്റൽ ഫോർമേഷൻ. എടാ ക്യാപിറ്റൽ കൂട്ടുക, ക്യാപിറ്റൽ ഫോർമേറ്റ് ചെയ്യുക, ക്യാപിറ്റൽ ഫോർമേഷൻ നടത്തുക, ഇതിനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുക. പൈസ ഉണ്ടാക്കുക, മനസ്സിലായില്ലേ, ക്യാപിറ്റൽ കൂട്ടുക, അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുക കേട്ടോ. ഐ എം തൃശ്ശൂർ ബോയ്. ഓക്കെ, സാർ ഈസ് ടെർമി ഡർല നോ 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 നോ, ഇവിടെ പഠിക്കുന്നു, ഇവിടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് മീൻസ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ദ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. അതായത് അഡീഷണൽ സ്റ്റോക്ക് ഓഫ് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ, എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അതിലേക്കുള്ള അഡീഷണൽ ആയിട്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുക. ഓൾറെഡി ഇവിടെ ക്യാപിറ്റൽ ഉണ്ട്, അതിലേക്ക് വീണ്ടും അഡീഷണലി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡീഷണലി വരുന്ന പൈസയാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്ത് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഒരു ഫ്ലോ വേരിയബിൾ ആണ്. നമുക്ക് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ എന്ന് പറഞ്ഞ സാധനം പഠിക്കാനുണ്ട് കേട്ടോ. സ്റ്റോക്കും ഫ്ലോയും നമുക്ക് പഠിക്കാനുണ്ട്, അത് എക്സാമിന് 3 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ, മനസ്സിലായില്ലേ. പാലക്കാട് ബിരിയാണിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം പാലക്കാട് കൊല്ലങ്കോടും ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കടയും അല്ലേ, ആ ഗ്രാമ ഭംഗിയും അല്ലേ, അവിടുത്തെ ഒരു എന്താ പറയുക കളകളാരവങ്ങളും അല്ലേ, അത് വേറെ തന്നെ കേട്ടോ. പാലക്കാടൻ ഭംഗി അത് വേറെ തന്നെ. ഓരോ നാടിനും ഓരോ ഭംഗിയുണ്ട് അല്ലേ, ഓരോ നാടിനും ഓരോ ഭംഗിയുണ്ട് അല്ലേ, മനസ്സിലായില്ലേ. കോഴിക്കോട് മലപ്പുറം നല്ല സ്നേഹമാണ്, കണ്ണൂർ എന്താണ്, കണ്ണൂർ അടിപൊളി നാടാണ്, എല്ലാം തൃശ്ശൂരും പാലക്കാടും ഒക്കെ നമ്മുടെ നാടല്ലേ, ഒക്കെ നമ്മുടെ തലശ്ശേരി ബിരിയാണി. തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ വല്യമ്മാൻ്റെ നാട് തലശ്ശേരിയാണ്, തലശ്ശേരി കൂത്തുപറമ്പ് കേട്ടോ, അവിടെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ട്. തലശ്ശേരി കല്യാണ ബിരിയാണിയാണ് ഏറ്റവും ഫേവറേറ്റ്. തലശ്ശേരി പാരീസ് ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ട്, ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെ കൂടെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുപോലെ നിങ്ങൾ അതും ചെയ്യണേ. പാലക്കാട് വയനാട് പൊളിയല്ലേ, എന്ത് ചോദ്യം, എല്ലാം വയനാട് അടിപൊളിയല്ലേ അല്ലേ. വയനാട് ചുരത്ത് കയറി അല്ലേ, താമരശ്ശേരി ചുരം കയറി ചായയൊക്കെ കുടിച്ചു, ആ കിട്ടുന്നൊരു വൈബ് ഉണ്ട് അല്ലേ, അടിപൊളിയാണ് അല്ലേ. പൂക്കാടിലേക്കും അല്ലേ, എല്ലാം കൊല്ലം നല്ല നാട് തന്നെയല്ലേ. എല്ലാ നാടും നല്ലതാണ്, എല്ലാ നാട്ടിലും നല്ല ആൾക്കാരുണ്ട് മോശം ആൾക്കാരുണ്ട് അല്ലേ, എല്ലാം നല്ല നാട് തന്നെ കേട്ടോ. പാലക്കാട് സീൻ ആണ് ബ്രോ, വയനാട് കിടിലം, എല്ലാ നാടും നമ്മുടെ നാടാടാ, എല്ലാം നമ്മുടെ നാട്, കേരളപ്പിറവിയിൽ നിന്ന് നമ്മളെല്ലാവരും അല്ലേ. സാറ് ക്ലാസ് എടുക്കും. ഓക്കെ, ഫ്ലോ വേരിയബിൾ കേട്ടോ. അടുത്ത് നോക്കാം, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. ഗ്രോസും നെറ്റും 2 ടോപ്പിക് ഉണ്ട് കേട്ടോ, ഗ്രോസും നെറ്റും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഡിഫറൻസ് ചോദിക്കും, ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഗ്രോസ് എന്താ, ഗ്രോസ് എന്ന് വെച്ചാൽ ടോട്ടൽ നാട്ടർത്ഥം, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ പ്രോഫിറ്റ്, ഫൈനൽ പ്രോഫിറ്റ്, ഇതിനാണ് നമ്മൾ എന്ത് പറയുക ഗ്രോസ് എന്ന് പറയുക, ഗ്രോസ് കോൺസെപ്റ്റ് കേട്ടോ. അതായത് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം. ഗ്രോസ് എന്ന് വെച്ചാൽ ടോട്ടൽ ആണ്, കണ്ടില്ലേ, ടോട്ടൽ ഡ്യൂറബിൾസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഇയർ ഇൻ എക്കോണമി ഈസ് കോൾഡ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു രാജ്യത്ത് അതായത് ടോട്ടലി ഉള്ള ഇൻവെസ്റ്റ്മെന്റാണ് നമ്മൾ എന്ത് പറയുക ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് കേട്ടോ. ടോട്ടലി ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ എന്താ പറയുക ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. ടോട്ടലി ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ത് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ഒരു സാധനം കൂടെ വരുന്നുണ്ട്, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചോ കേട്ടോ, ഇത് പഠിച്ചു വെച്ച് ഇത് എക്സാമിന് 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്, നെറ്റ് എന്ന് വെച്ചാൽ എന്തോ ഒന്ന് കുറയ്ക്കലാണ്. നമ്മുടെ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ നെറ്റ് കുറഞ്ഞു വരില്ല, അതേപോലെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ത് കുറയ്ക്കുക, ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. പഠിച്ചു വെച്ചോ, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന്, അതായത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് എന്ത് കുറയ്ക്കുക, ഡിപ്രീസിയേഷൻ കുറയ്ക്കുക കേട്ടോ, ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. മനസ്സിലായോ? ഗ്രോസ് എന്ന് വെച്ചാൽ ടോട്ടൽ, അപ്പൊ ടോട്ടലിന് എന്ത് കുറയ്ക്കുക, ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. അപ്പൊ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസിക്കൽ ടു എന്താണ്, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. പഠിച്ചു വെച്ചോട്ടോ, പഠിച്ചു വെച്ച് ഈ ഇക്വേഷൻ നമുക്ക് ആവശ്യം വരും കേട്ടോ. ഒരുപാട് ഇക്വേഷൻസ് ഇവിടെ പഠിക്കാനത് ആവശ്യം വരും. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസിക്കൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ. പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് ഡിപ്രീസിയേഷൻ എന്താ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റലിന് കൺസംഷൻ സംഭവിക്കുക അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കുക, എന്താണ് ഡിപ്രീസിയേഷൻ?
എന്താണ് ഡിപ്രീസിയേഷൻ? വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ തേയ്മാനം സംഭവിക്കുക. എടാ ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും ഡിപ്രീസിയേഷൻ സംഭവിക്കും. എടാ നമുക്കൊക്കെ ഓരോ പ്രായം കൂടുന്നതനുസരിച്ച് നമുക്കും ഡിപ്രീസിയേഷൻ വരില്ലേ? കാൽമുട്ട് വേദന, കൈക്കാൽ കടച്ചില്ല, എന്ത് വേണേൽ നമുക്ക് വരാം. എന്ത് സംഭവം നമുക്കും ബാധിക്കാം, നമുക്കും ഡിപ്രീസിയേഷൻ സംഭവിക്കാം. നിങ്ങളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ വീടിന് വിള്ളൽ വരാം, ഡിപ്രീസിയേഷൻ വരാം. നിങ്ങളൊരു ബൈക്ക് വാങ്ങിച്ചാലും ഒരു കാറ് വാങ്ങിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? അതിനും ഡിപ്രീസിയേഷൻ സംഭവിക്കാം. എല്ലാം ഡിപ്രീസിയേഷൻ്റെ ഭാഗമാണ് കേട്ടോ. മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കുക, ദ ലോസ് ഓഫ് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഡ്യൂ ടു നോർമൽ വെയർ ആൻഡ് ടിയർ ഈസ് കോൾഡ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ വെയർ ആൻഡ് ടിയർ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് വേർഡ് ആട്ടോ. ഇത് കീ വേർഡ്. ഡിപ്രീസിയേഷൻ, വെയർ ആൻഡ് ടിയർ ഈസ് കോൾഡ് ഡിപ്രീസിയേഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഇപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ എന്താ? തേയ്മാനം സംഭവിക്കുക കേട്ടോ. തേയ്മാനം സംഭവിക്കുക, ഇതാണ് ഡിപ്രീസിയേഷന്റെ എക്സാക്ട് മീനിങ്. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ തേയ്മാനം സംഭവിക്കുക, വെയർ ആൻഡ് ടിയർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. മനസ്സിലായില്ലേ? വെയർ ആൻഡ് ടിയർ, അതാണ് അതിന്റെ കീ വേർഡ് കേട്ടോ. വെയർ ആൻഡ് ടിയർ, അതാണ് കീ വേർഡ്. ഡിപ്രീസിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട ഫണ്ടമെന്റൽ കീ വേർഡ് എന്താ? വെയർ ആൻഡ് ടിയർ ഓഫ് ഗുഡ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ടേംസുകൾ ഇങ്ങനെ പറഞ്ഞതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് സ്റ്റോക്ക് വേരിയബിൾ. നമുക്ക് രണ്ട് സാധനങ്ങൾ പറയാനുണ്ട് ഇവിടെ കേട്ടോ. എന്തൊക്കെയാണത്? സ്റ്റോക്കും പറയാനുണ്ട്, പിന്നെ ഒരാളും കൂടെ പറയാനുണ്ട്. ആരാണത്? ഫ്ലോ വേരിയബിൾ. സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഞാൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. നമ്മളിപ്പോൾ സ്റ്റോക്കും ഫ്ലോയും പറയും. എക്സാമിന് എന്ത് ചെയ്യും? ഇതാ 2 മാർക്കിന്റെ ചോദ്യം വരും കേട്ടോ. 2 മാർക്സിന് ക്വസ്റ്റ്യൻ വരും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ? സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങളോട് എന്ത് ചെയ്യും? പബ്ലിക് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. പഠിച്ചു വെക്കണം കേട്ടോ, പഠിച്ചു വെക്കണം. സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളോട് എക്സാമിന് എന്ത് ചെയ്യും? ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, വാങ്ങി തേച്ചോളിയും. ഓക്കെ, അതന്നെ. സ്റ്റോക്ക് വേരിയബിൾ എന്താണ്? നമുക്കൊക്കെ സ്റ്റോക്ക് കോൺസെപ്റ്റ് എന്താണ്? സ്റ്റോക്ക് എന്താണ്? വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയാം കേട്ടോ. ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ വേരിയബിൾ പറയാം. വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഫസ്റ്റ് വേർഡ് കിട്ടിയ പോയിന്റ് ഓഫ് ടൈം കേട്ടോ. എന്താണ് പോയിന്റ് ഓഫ് ടൈം? എന്താ നമ്മൾ പറഞ്ഞത്? പോയിന്റ് ഓഫ് ടൈം. അപ്പൊ സ്റ്റോക്ക് വേരിയബിൾ നമ്മൾ കണക്കാക്കുന്നത് എപ്പോഴാണ്? പോയിന്റ് ഓഫ് ടൈം ആണ്. ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് സ്റ്റോക്ക്. അപ്പൊ എക്സാമിന് നിങ്ങൾ മനസ്സിലാക്കാം, സ്റ്റോക്ക് കോൺസെപ്റ്റ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? പോയിന്റ് ഓഫ് ടൈമിലാണ് കണക്കാക്കുക. കോൾഡ് സ്റ്റോക്ക്. ഇറ്റ്സ് എ സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഇതെന്താണ്? സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആണ്. സ്റ്റോക്ക് സ്റ്റാറ്റിക്. സ്റ്റോക്ക് എന്താണ്? ഒരു സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആണ്. പഠിച്ചു വെച്ചേ കേട്ടോ. ഓക്കെ, ദർ ഹാസ് നോ ടൈം ലിമിറ്റ്. അവിടെ എന്തില്ല? ടൈം ലിമിറ്റ് ഇല്ല. ഇറ്റ് ഈസ് മെഷേർഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. പഠിച്ചു വെച്ച പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. എക്സാമ്പിൾ വെൽത്ത്, ക്യാപിറ്റൽ, ഇൻവെന്ററി. എക്സാമിന് ചോദിക്കും സ്റ്റോക്ക് വേരിയബിൾസ് എന്തൊക്കെയാണെന്ന്. നമ്മൾ എഴുതി വെക്കാം. എന്തൊക്കെ എഴുതി വെക്കേണ്ടത്? പോയിന്റ് ഓഫ് ടൈം. എന്താണ്? പോയിന്റ് ഓഫ് ടൈം കേട്ടോ. പോയിന്റ് ഓഫ് ടൈം. പിന്നെന്താണ്? പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലാണ് കണക്കാക്കുന്നത്. പിന്നെന്താ പറയുന്നത്? ഇതൊരു സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആണ്. എന്താണ്? സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആണ്. ഇതെന്താണ്? ഒരു സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആണ്. അടുത്തത് എന്താ പറയുന്നത്? മെഷേർഡ് അറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം അല്ലേ? പിന്നെന്താണ്? നമുക്ക് എന്താണ് ഇതിൻ്റെ ഇതായിട്ട് വേണ്ടത്? എക്സാമ്പിൾ നോ ടൈം ലിമിറ്റ് കേട്ടോ. നോ ടൈം ലിമിറ്റ്. ഈ പോയിന്റുകൾ എഴുതി വെക്കുക. എക്സാമ്പിൾ ആയിട്ട് ഇത് എഴുതി വെക്കുക. ആയി. ഒന്ന് നോക്കുക, ഒന്ന് ബോർഡിലേക്ക് നോക്കുക. ഇതുപോലെ ഈ പോയിന്റ് പോരെ നമുക്ക്. ഇത് മതി കേട്ടോ. സ്റ്റോക്ക് വേരിയബിൾ ആയി. അടുത്ത നമ്മൾ എന്താ പറയുന്നത്? ഫ്ലോ വേരിയബിൾ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലോ വേരിയബിൾ കേട്ടോ. ഫ്ലോ എന്താണ്? ഫ്ലോ വേരിയബിൾ ഇസ് മെഷേർഡ് അറ്റ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. എടാ ഇതൊരു പീരീഡ് ഓഫ് ടൈം ആണ് ഫ്ലോ. സ്റ്റോക്ക് എന്താണ്? പോയിന്റ് ഓഫ് ടൈം. സ്റ്റോക്ക് പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ ഫ്ലോ എന്താണ്? പീരീഡ് ഓഫ് ടൈം. സ്റ്റോക്ക് എന്താണ്? പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ ഫ്ലോ എന്താണ്? പീരീഡ് ഓഫ് ടൈം ആണ്. അതാണ് വ്യത്യാസം കേട്ടോ. അതാണ് വ്യത്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത എന്താ? ഫ്ലോ. ഇറ്റ് ഈസ് എ ഡൈനാമിക് കോൺസെപ്റ്റ്. എടാ ഇതെന്ത് കോൺസെപ്റ്റ് ആണ്? ഡൈനാമിക് കോൺസെപ്റ്റ് ആണ്. അപ്പൊ സ്റ്റോക്ക് എന്തായിരുന്നു? സ്റ്റാറ്റിക് ആയിരുന്നു. സ്റ്റോക്ക് സ്റ്റാറ്റിക് നമ്മൾ പറഞ്ഞു. ഇതെന്ത് കോൺസെപ്റ്റ് ആണ്? ഇതൊരു എന്ത് കോൺസെപ്റ്റാ? ഫ്ലോ കോൺസെപ്റ്റ് ആണ് കേട്ടോ. അല്ല, ഡൈനാമിക് കോൺസെപ്റ്റ് ആണ്. ഇത് മെഷേർഡ് ഓവർ എ
പീരീഡ് ഓഫ് ടൈം, കൺസംഷൻ, ഇൻകം, ചേഞ്ച് ഇൻ ഇൻവെന്ററി. അപ്പോൾ നിങ്ങൾ ബേസിക് പോയിന്റ്സ് പഠിച്ചേക്കാം. 2 മാർക്കിനൊക്കെ 3 മാർക്കിനെങ്ങാനും ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കാം. ഒരു ഡൗട്ടും വേണ്ട, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട്, ഓരോന്നും ചോദിക്കാറുണ്ട്. ഇപ്പം എടുത്ത് എഴുതുക, പഠിച്ചു വെക്കുക. ഒന്ന് സ്റ്റാറ്റിക് ആണെങ്കിൽ മറ്റേത് ഡൈനാമിക് ആണ്, ഒന്ന് പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ മറ്റേത് പീരീഡ് ഓഫ് ടൈം ആണ്. ഓക്കെ അല്ലേ? ഓരോ പോയിന്റ് പഠിച്ചു വെക്കട്ടോ. ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നല്ല പ്രോബ്ലംസ് വരാറുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഇൻവെന്ററി എന്താണ് ഇൻവെന്ററി? എല്ലാവർക്കും അറിയുന്ന എന്താണ് ഇൻവെന്ററി? ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, അതായത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിന്റെ അളവ്. ദാറ്റ് എ ഫേം കുഡ് നോട്ട് ബി സോൾഡ്, അതായത് സെല്ല് ചെയ്യാതെ കെട്ടിക്കിടക്കുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് പറയാ, ഇൻവെന്ററി എന്ന് പറയാം കേട്ടോ. കെട്ടിക്കിടക്കാതെ അല്ല, സെല്ല് ചെയ്യാതെ കെട്ടിക്കിടക്കുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻവെന്ററി എന്ന് പറയാം. ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് എ അൺസോൾഡ് സ്റ്റോക്ക്, അതായത് സോൾഡ് ചെയ്യാത്ത സ്റ്റോക്കിനെയാണ് നമ്മൾ എന്ത് പറയാം, ഇൻവെന്ററി എന്ന് പറയാം. സോൾഡ് ചെയ്യാത്ത സ്റ്റോക്കിനെയാണ് നമ്മൾ എന്ത് പറയാം, ഇൻവെന്ററി എന്ന് പറയാം. ഇതൊക്കെ അങ്ങനെ ചോദിക്കട്ടെ. ആ വേർഡുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്ന വേർഡുകൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അണ്ടർലൈൻ ചെയ്യുന്ന വേർഡുകൾ കൃത്യമായിട്ട് പഠിക്കണേ. ഓക്കെ? നോക്കുക. ഇൻവെന്ററി ഈസ് എ സ്റ്റോക്ക് വേരിയബിൾ. അപ്പോൾ ഇൻവെന്ററി എന്താണ്, ഒരു സ്റ്റോക്ക് വേരിയബിൾ ആണ്. ഇറ്റ് മേ അക്യുമുലേറ്റ് ആവാം, ഡിക്യുമുലേറ്റ് ആവാം. അപ്പോൾ ഇൻവെന്ററി 2 ടൈപ്പ് ഉണ്ട്, അക്യുമുലേറ്റും ഉണ്ട്, ഡിക്യുമുലേറ്റും ഉണ്ട്. അക്യുമുലേറ്റും ഉണ്ട്, ഡിക്യുമുലേറ്റും ഉണ്ട്. ഇൻവെന്ററി ഈസ് 2 ടൈപ്സ്, അക്യുമുലേറ്റ്, ഡിക്യുമുലേറ്റ്. മനസ്സിലായോ? ഓക്കെ. ഇൻവെന്ററി 2 ടൈപ്സ്, അക്യുമുലേറ്റ്, ഡിക്യുമുലേറ്റ് 2 ടൈപ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ നോക്കുക. നമ്മൾ പറയുന്നത് ഫസ്റ്റ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി. എന്താണ് ഇൻവെന്ററിയുടെ അക്യുമുലേഷൻ? ഇഫ് ദ വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, അതായത് ഇൻവെന്ററി സ്റ്റോക്ക്, അതായത് അളവ്, ഇതെന്താണ് എൻഡ് ഓഫ് ദ ഇയറിൽ, അതായത് ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത്, ഈസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് ദ ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. അതായത് അവസാനിക്കുമ്പോൾ അതിൻ്റെ അളവ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മോർ ദാൻ ദ വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ്, തുടക്കത്തിനേക്കാൾ കൂടുതലാണ് അതിന് ഇൻവെന്ററിയുടെ വാല്യൂ എങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക, അക്യുമുലേഷൻ ഇൻവെന്ററി എന്നാട്ടോ വിളിക്കുക. അതായത് ഇതാണ് കീവേഡ് കേട്ടോ. ഇത് വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, അവസാനിക്കുന്ന സമയത്ത്. അവിടെ കേൾക്കുന്നില്ലേ? എന്ത് പ്രശ്നമുണ്ടോ? ഓക്കെ അല്ലേ? വന്നില്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ റെഡിയായോ? പറയേ. നെറ്റ് പോയി പെട്ടെന്ന്, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ അല്ലേ, സ്വാഭാവികമായിട്ട് സംഭവിച്ചില്ല. ഇപ്പൊ റെഡിയായോ ഒന്ന് പറയേ. ഓക്കെ സർ, അത് മതി. ഓക്കെ. അപ്പോൾ ഡിക്യുമുലേഷൻ എന്താ? നേരെ തിരിച്ച്, ഇഫ് ദ വാല്യൂ ഓഫ് ദ ഇൻവെന്ററി അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ലെസ് ദാൻ ദ വാല്യൂ ഓഫ് ദി ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ, ബിഗിനിങ് ഓഫ് ദി ഇയറിനേക്കാൾ കുറവാണ് എൻഡിലെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, ഡിക്യുമുലേറ്റ്. ഡിക്യുമുലേഷൻ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഒന്ന് പഠിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് പഠിച്ചു വെക്കാം. ഇതാണ് നമ്മൾ പറയുന്നത്. അക്യുമുലേഷനും ഡിക്യുമുലേഷനും ഒന്ന് പഠിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചു വെക്കാം. ഇതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഓക്കെ. ഇന്ന് കേരളപ്പിറവി ദിനമാണ്. നാളെ എന്താണ്? നാളെ ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഇൻ ഇന്ത്യ ആൻഡ് ദ വേൾഡ്, SRK അല്ലേ? SRKയുടെ എന്താണ്? ബർത്ത്ഡേ ആണ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ SRK. ഐ എം SRK ഫാൻ. ഓക്കെ. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ 2 സെക്ടർ എക്കോണമി. ഇത് ഞാൻ വരച്ചു തരാം. എക്സാമിന് നിർബന്ധമായിട്ട് ചോദിക്കുന്ന സാധനമാണ് എന്ത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ മോഡൽ. 2 സെക്ടർ മോഡൽ എങ്ങനെയാണ് ഇൻകം സർക്കുലേറ്റ് ചെയ്യുന്നത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. പൈസ ഇങ്ങനെ ഒഴുകുകയാണ് അല്ലേ? ഇങ്ങനെ ഒഴുകുകയാണ്, ഇങ്ങനെ കറങ്ങുകയാണ്. അതെങ്ങനെയാണ്? ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് വരയ്ക്കാൻ ചോദിക്കാറുണ്ട് കേട്ടോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അത് ഞാൻ വരച്ചു തരാം. നിങ്ങൾ നോക്കാം. നമ്മൾ നോക്കാം. 2 സെക്ടർ മോഡൽ ആണെങ്കിൽ, ഒരു രാജ്യത്ത് 2 സെക്ടർ മോഡൽ ആണെങ്കിൽ, 2 സെക്ടർ മോഡൽ അല്ല, അവിടെ 2 ആൾക്കാരേ ഉള്ളൂ. ഓക്കെ. എന്താ പറഞ്ഞത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം 2 സെക്ടർ കേട്ടോ. 2 സെക്ടർ 2 സെക്ടർ. 2 സെക്ടർ ആകുമ്പോൾ അവിടെ 2 ആൾക്കാരുണ്ടാവും. ആരൊക്കെയാണത്? ഒന്ന് ഹൗസ് ഹോൾഡ്, നമ്മളെ പോലെയുള്ള ആൾക്കാരാണ് ആര്? ഹൗസ് ഹോൾഡ്. രണ്ടാമത്തെ ആളാരാണ്? ഫേം. ഹൗസ് ഹോൾഡും ഫേമും. 2 സെക്ടർ മോഡലിലുള്ള 2 ആൾക്കാരാണ് ആര്? ഹൗസ് ഹോൾഡും ഫേം. ഹൗസ് ഹോൾഡ് വെച്ചാൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ, ഫേം എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ യൂണിറ്റ്, പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ് ഇത് ഫേം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു സാധനം വരയ്ക്കാം. ഇവിടെ ആരെ വരയ്ക്കാം? ഇവിടെ നമ്മൾ ഹൗസ് ഹോൾഡ് എന്ന് വരയ്ക്കാം കേട്ടോ.
ഹൗസ് ഹോൾഡ്, നമ്മളെ പോലെയുള്ള ഓരോ ആൾക്കാരാണ് ആര്? ഹൗസ് ഹോൾഡ്. ഇവിടെ മറ്റേ ടീം ആരാണ്? ഫേം. പ്രൊഡക്ഷൻ നടക്കുന്ന ആൾക്കാരാണ് ആര്? സ്ഥലങ്ങളാണ് ഇത് ഫേം എന്ന് പറയുന്നത്. ഇതുവരെ ഓക്കെ. വരയ്ക്കുമ്പോൾ ഇതുപോലെ 2 ബോക്സ് വരച്ചു വെക്കാം. ഹൗസ് ഹോൾഡും ഫേം കേട്ടോ. ഹൗസ് ഹോൾഡ് ആൻഡ് ഫേം 2 സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യും? ഹൗസ് ഹോൾഡായ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നമ്മുടെ ഫാക്ടർ സർവീസസ് ആർക്ക് കൊടുക്കും? ഇവർക്ക് കൊടുക്കും, ഫേമിന് കൊടുക്കും. എന്താ കൊടുക്കുന്നത്? ഫാക്ടർ സർവീസസ് കേട്ടോ. ഫാക്ടർ സർവീസസ് ആർക്ക് കൊടുക്കും? ഇവർക്ക് കൊടുക്കും. സർവീസസ് കൊടുക്കും. അത് ഏതൊക്കെയാ? നമ്മുടെ ലാൻഡ് കൊടുക്കും, ലേബേഴ്സിനെ കൊടുക്കും, ലാൻഡ് ലേബർ ക്യാപിറ്റലിനെ കൊടുക്കും, പിന്നെ ആരെ കൊടുക്കും? ഓർഗനൈസേഷൻ കേട്ടോ. ഓർഗനൈസേഷൻ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ആർക്ക് കൊടുക്കും? ഫേമിന് കൊടുക്കും കേട്ടോ. ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഇത് ആർക്ക് കൊടുക്കും? ഫേമിന് കൊടുക്കും. ഹൗസ് ഹോൾഡ് നമ്മൾ ആർക്ക് കൊടുക്കും? ഫേമിന് കൊടുക്കും. എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഫാക്ടർ സർവീസസ് ആയ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ. അതിന് പകരമായിട്ട് ഇവർ നമുക്ക് എന്ത് തരും? ഇവർ നമുക്ക് തിരിച്ചെന്ത് തരും? ഫാക്ടർ പേയ്മെന്റ് തരും കേട്ടോ. ഫാക്ടർ പേയ്മെന്റ്സ് നമുക്ക് തിരിച്ചു തരും. ഫാക്ടർ പേയ്മെന്റ്സ് നമുക്ക് തിരിച്ചു തരും. അതെന്തൊക്കെയാ? എടാ ലാൻഡ്, നിങ്ങൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ അതിന് എന്താ കിട്ടുക? ലാൻഡിന് എന്ത് കിട്ടും? റെന്റ് കിട്ടും. ഭൂമിക്ക് റെന്റ് കിട്ടും. ലേബർ ആണെങ്കിൽ പണിയെടുത്ത് എന്ത് കിട്ടും? വേജ് കിട്ടും. ക്യാപിറ്റലിന് എന്ത് കിട്ടും? ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ഇൻട്രസ്റ്റ്. അടുത്തത് ഓർഗനൈസേഷൻ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും കേട്ടോ. ഓർഗനൈസേഷന് പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾ നോക്കുക, ഫാക്ടർ സർവീസസ് നമ്മൾ അവർക്ക് കൊടുത്ത് അവർ തിരിച്ച് നമുക്ക് ഫാക്ടർ പേയ്മെന്റ് അല്ലെങ്കിൽ ഫാക്ടർ റിവാർഡ് നമുക്ക് തന്നു കേട്ടോ. ഫാക്ടർ പേയ്മെന്റ്സ് നമുക്ക് തന്നു. ഇതിന് പകരം ഇപ്പം എന്താണ്? നമ്മുടെ സർവീസസ് മൊത്തം ഇവർക്ക് കൊടുത്ത് ഇവർ തിരിച്ച് നമുക്ക് പൈസ തന്നു. പൈസ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചിലവാക്കൂലേ? നമ്മൾ പൈസ കിട്ടിയാൽ നേരെ ചിലവാക്കും. എങ്ങനെ ചിലവാക്കുക? അതിനെ നമ്മൾ എന്ത് വിളിക്കുക? കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുക കേട്ടോ. കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും കേട്ടോ. നമ്മൾ പൈസ എന്ത് ചെയ്യും? ചിലവാക്കും. നമ്മുടെ പൈസ ചിലവാക്കും. അതിന് പകരമായിട്ട് അവർ നമുക്ക് എന്ത് തരും? തിരിച്ചിങ്ങോട്ട് എന്ത് തരും? ഗുഡ്സ് ആൻഡ് സർവീസസ് തരും. ഗുഡ്സും സർവീസും ഇങ്ങോട്ട് തിരിച്ചു തരും. ഗുഡ്സ് ആൻഡ് സർവീസസ് തരും കേട്ടോ. ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത്രേ ഉള്ളൂ. പഠിച്ചു വെച്ചോ. മനസ്സിലായോ? നോക്കുക, ഇത് പഠിച്ചു വെക്കുക. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നോക്ക്, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫാക്ടർ സർവീസസ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഫേമിന് കൊടുക്കും. ഫേം പകരം നമുക്ക് എന്ത് തരും? ഫാക്ടർ പേയ്മെന്റ്സ് ആയിട്ട് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് തരും. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കൺസംഷൻ ചിലവാക്കും. എക്സ്പെൻഡിച്ചർ, അതാണ് പൈസ ചിലവാക്കുന്ന കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഫേം അതിന് പകരം നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് തിരിച്ചു വരും. ഓക്കെ ആണേ? 3 മാർക്കാണ്. 3 മാർക്കിന്റെ ചോദ്യം. 3 മാർക്ക് കേട്ടോ. 3 ഇടയ്ക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത്. പഠിച്ചു വെച്ചോ. ചോദിക്കാൻ സർക്കുലർ ഫ്ലോ ഓഫ് 2 സെക്ടർ ഇൻകം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം 2 സെക്ടർ എക്കോണമി കേട്ടോ. The figure is MP. Okay. ഡർല പഠിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് മതി കണ്ടുപിടുത്തം. ഓക്കെ, റോക്കിബ യു ആർ റോക്കിംഗ്. ഓക്കെ, നിങ്ങൾ നോക്കുക. ഇതാണ് 3 മാർക്കിൻ്റെ ചോദ്യം. എങ്ങനെയെങ്കിലും പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ ഓരോന്ന് പോവാണേ. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. എടാ ഇത് ചോദിക്കട്ടോ. ഇത് ചിലപ്പം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. വാട്ട് ആർ ദ 3 മെത്തേഡ്സ് ടു ഫൈൻഡ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം കാണാൻ ഐ എം റിയലി ഇന്നസെൻറ്റ് സർ. ഓക്കെ, നല്ലൊരു കാര്യം, ഇന്നസെൻ്റ് ആയിക്കോട്ടെ. സർക്കുലർ ഫ്ലോ സെറ്റാണ് സാർ, അത് മതി സാർ. എക്കണോമിക്സ് യൂണിറ്റ് ടെസ്റ്റിൽ എനിക്ക് 40 ഗുഡ്. അത് നമുക്ക് 100ൽ 100 ആക്കണം അല്ലേ? അതാണ് നമുക്ക് വേണ്ടത്. ഫുൾ മാർക്കാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നോക്കാം. നാഷണൽ ഇൻകം ഡിറ്റർമിനേഷൻ 3 സെക്ടർ. നാഷണൽ ഇൻകം കാണാനുള്ള 3 മെത്തേഡുകൾ ഏതൊക്കെയാ? പഠിച്ചു വെച്ചോ. എന്താണ്? 3 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. there are 3 മെത്തേഡ്സ്. എന്താണ്? പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ, എന്താണ്? പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പം നാഷണൽ ഇൻകം കാണാൻ ഡിറ്റർമിൻ ചെയ്യാൻ 3 മെത്തേഡ്സ് ആണത്. ഞങ്ങളെ ടീച്ചർ ഇത് പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയൊരു പാട്ടുണ്ട്.
ഏതാണ്? പഴയൊരു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ്? സുന്ദരീവ വെണ്ണിലവീവ എൻ ജീവതാളം നീ പ്രണയിനി. അല്ലേ? ആ പാട്ട് പോലെ തന്നെ ഇത് പഠിപ്പിച്ചിരുന്നത്. there are 3 methods. പ്രൊഡക്റ്റ് മെത്തേഡ് വാ, ഇൻകം മെത്തേഡ് വാ, എൻ ജീവതാളം നീ എക്സ്പെൻഡിച്ചർ. കാരണം എന്താ? എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ കുറച്ചും കൂടെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാറിനെ വിളിച്ചു സാർ, സാറിനെ വിളിച്ചു സാർ. ആര് വിളിച്ചു? ആരാ വിളിച്ചത്? ഓക്കെ, എടാ 3 മെത്തേഡുള്ളത്. ഇതിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് മാത്രമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 3 മെത്തേഡ് പഠിച്ചു വെക്കണം. 3 മെത്തേഡ്സ് കേട്ടോ. there are 3 മെത്തേഡ്സ്. പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. നമുക്ക് ഓരോ മെത്തേഡും പഠിക്കാം. 3 മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. 3 മെത്തേഡും എക്സാമിന് തിയറി ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. തിയറി ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാറുണ്ട്. നാഷണൽ ഇൻകം കാണാനുള്ള 3 മെത്തേഡുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്, ഓർ ഇതിന് വിളിക്കുന്ന വേറെ പേരെന്താണ്? വാല്യൂ ആഡഡ് മെത്തേഡ് കേട്ടോ. എന്താണ്? വാല്യൂ ആഡഡ് മെത്തേഡ്. വേറെ പേരെന്താണ്? വാല്യൂ ആഡഡ് മെത്തേഡ്. വാല്യൂസിനെ ആഡ് ചെയ്തിട്ടുള്ള മെത്തേഡ് കേട്ടോ. അപ്പൊ പ്രൊഡക്റ്റ് മെത്തേഡിന്റെ മറ്റൊരു പേരാണ് ഇത്. ഓക്കെ, പ്രൊഡക്റ്റ് മെത്തേഡിന്റെ മറ്റൊരു പേരാണ് ഇത്. പ്രൊഡക്റ്റ് മെത്തേഡിന്റെ മറ്റൊരു പേരാണ് ഇത് വാല്യൂ ആഡഡ് മെത്തേഡ്. പ്രൊഡക്റ്റ് മെത്തേഡിന്റെ മറ്റൊരു പേരാണത് വാല്യൂ ആഡഡ് മെത്തേഡ്. പഠിച്ചു വെച്ചോ. Under this method, national income can be measured by adding all the final goods and services produced by each firms in the economy. എക്കോണമിയിലുള്ള ഓരോ ഫേംസിന്റെയും ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് കണ്ടുപിടിക്കുക? എന്ത്? കോൺസെപ്റ്റ് മലയാളത്തിൽ പറയുന്നുണ്ടല്ലോ. എടാ, മലയാളത്തിൽ പറയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഇത്തിരി വെള്ളം കുടിക്കട്ടെ, ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ഒരു മിനിറ്റ്. അതായത് നമ്മൾ എന്താണ്, നിങ്ങളിത് ക്വസ്റ്റ്യൻസ് പഠിക്കട്ടെ. നമ്മുടെ ലൈവിൽ എല്ലാവരും കയറുക. ഓക്കെ, ഓരോ മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഒന്ന് മനസ്സിലാവണം, മനസ്സിലാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ ക്ലാസ് എന്താണ്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇത്തിരി വെള്ളം കുടിക്കുകയാണേ. സാർ ഡൈസറെ കണ്ടോ? ഇന്നലെ കണ്ടു കേട്ടോ, ഇന്നലെ കണ്ടു. കിഡിലൻ സിനിമ കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. ഡൈസറെ കണ്ടു കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇതിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കുക, ഈ മെത്തേഡിൽ ഓരോ ഫേംസിൻ്റെയും ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആഡ് ചെയ്തിട്ട് പോവാം. നിങ്ങൾ ഇത്രയും വാരി വലിച്ചൊന്ന് പഠിക്കണം. നമ്മുടെ ഇക്വേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഫിനാൻഷ്യൽ ഇയർ. ദ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്. ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ട്. ഒരു തവണ കൂട്ടിയത് വീണ്ടും കൂട്ടുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഗോതമ്പ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഒരു ഫൈനൽ ഗുഡാണ്. പക്ഷെ ബ്രെഡിലേക്ക് വരുമ്പോൾ അതെന്തായി മാറും? ഇന്റർമീഡിയറ്റ് ഗുഡാവും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു തവണ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സമയത്ത് മാത്രമേ ഇത് കണക്ക് കൂട്ടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കട്ടോ. ഇത് 2 തവണ കൂട്ടുമ്പോൾ എക്കോണമിയിൽ എന്ത് ചെയ്യും? അതൊരു പ്രശ്നമായിട്ട് മാറും കേട്ടോ. ഓക്കെ, നിങ്ങൾ നോക്കുക. ഡബിൾ കൗണ്ടിങ് മീൻസ് വാല്യൂ ഓഫ് എ ഗുഡ്സ് ഓർ സർവീസ് ഈസ് ആഡഡ് മോർ ദാൻ വൺസ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ തവണ കൂട്ടി പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? നാഷണൽ ഇൻകത്തിലുള്ള ഡബിൾ കൗണ്ടിങ് എന്ന് പറയുക കേട്ടോ. ഓക്കെ, നോക്കുക. ടു അവോയ്ഡ് ഡബിൾ കൗണ്ടിങ് വി യൂസ് വാല്യൂ ആഡഡ് മെത്തേഡ്. ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, 2 തവണ കൂട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം കാണുന്ന സമയത്ത് 2 തവണ കൂട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്യുക? വാല്യൂ ആഡഡ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുക. വാല്യൂ ആഡഡ് ഓർ ഗ്രോസ് വാല്യൂ ആഡഡ് മെത്തേഡ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചോ. വാല്യൂ ആഡഡ് ഓർ ഗ്രോസ് വാല്യൂ ആഡഡ് ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. എന്താണ്? വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്നും ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ വരുന്ന സമയത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. എന്താണ്? വാല്യൂ. എന്താണ്? നോക്കുക, പഠിച്ചു വെക്കുക.
ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? വാല്യൂ ആഡഡ് ഓർ ഗ്രോസ് വാല്യൂ ഈക്വൽ ടു ഔട്ട്പുട്ടിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുക. ഔട്ട്പുട്ടിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുക. ഞാൻ വീണ്ടും എഴുതും കേട്ടോ, വീണ്ടും എഴുതും. ഔട്ട്പുട്ടിൽ നിന്നും ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുക. നിങ്ങൾ നോക്കുക, ഔട്ട്പുട്ട് കാണാൻ ഇക്വേഷൻ എന്താ? മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി, പി ഇൻറ്റു ക്യൂ. ഇത് നിങ്ങൾ മൈക്രോ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചില സമയത്ത് ആവശ്യം വരും, ചില ക്വസ്റ്റ്യൻ്റെ രീതി അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഗ്രോസ് വാല്യൂ ആഡ് എന്ന് വെച്ചാൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താ? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി എന്നാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ വെക്കുന്നുണ്ട് GDP ഈക്വൽ ടു എന്താണ്? ഇത് ഓരോ ഫേമുകളാണ്, ഫേം 1, ഫേം 2, ഫേം 3 അങ്ങനെ അപ് ടു ഫേം N വരെ. അപ്പോൾ ഇതാണ് കേട്ടോ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ. GDP ഈക്വൽ ടു എന്താണ്? സിഗ്മ n റേസ് ടു i ഈക്വൽ ടു 1 GVAI. ഇത് എന്തിന്റെ ഇക്വേഷനാ? പ്രൊഡക്റ്റ് മെത്തേഡിന്റെ ഇക്വേഷനാണ്. പ്രൊഡക്റ്റ് മെത്തേഡ് കേട്ടോ, പ്രൊഡക്റ്റ് മെത്തേഡ് കേട്ടോ. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ. പ്രൊഡക്റ്റ് മെത്തേഡ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഇത് എളുപ്പമാണ്, നിങ്ങളിത് കണ്ട് ഞെട്ടണ്ട. ഇത് നിങ്ങളോട് തിയറി ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതി വെക്കണം. ഒരു സാധനം കൂടെ ഉണ്ട്, എന്താണ്? GVAI ഈക്വൽ ടു എന്താണ്? QI മൈനസ് ZI എന്നും കൂടെ എഴുതി വെക്കുക. അതായത് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ, ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ, ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഇത്രേ ഉള്ളൂ. പ്രൊഡക്റ്റ് മെത്തേഡ് കാണാൻ ഇത് എഴുതി വെക്കുക. ഒന്നും അറിയില്ലെങ്കിൽ ഇത് എഴുതി വെക്കുക, മാർക്ക് കിട്ടും. ഒന്നും അറിയില്ലെങ്കിൽ ഇത് എഴുതി വെക്കുക, പഠിച്ചു വെക്കുക. GDP എന്ന് വെച്ചാൽ ഓരോ ഫേമുകളും കൂട്ടുക. GVAI1, GVAI2, GVA3, GVA4 അങ്ങനെ GVAN വരെ. അതായത് ഗ്രോസ് വാല്യൂ ആഡഡ്. അവിടെ GVA എന്ന് വെച്ചാൽ എന്താ? ഗ്രോസ് വാല്യൂ ആഡഡ് എന്നാണ്. ഇതൊക്കെ ഓരോ ഫേമുകളുടെയും ഫൈനൽ എന്താണ്? ഔട്ട്പുട്ട് കൂട്ടിയതാണ്. ഫൈനലൈസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ എഴുതും. GDP എന്ന് വെച്ചാൽ സിഗ്മ I ഈക്വൽ ടു 1 റേസ് ടു n GVAI. GVA എന്ന് വെച്ചാൽ എന്താ? QI മൈനസ് ZI. Q എന്ന് വെച്ചാൽ ഔട്ട്പുട്ട്, Z എന്ന് വെച്ചാൽ ഇന്റർമീഡിയറ്റ് കൺസംഷൻ. പഠിച്ചു വെച്ചോ, ഓരോന്നും പഠിച്ചു വെച്ചോ. നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. പ്രൊഡക്റ്റ് മെത്തേഡ് ഓക്കെയാണ്, പഠിച്ചു വെക്കണേ. ഇത് അങ്ങനെ തന്നെ, ഇത് മൊത്തം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് മൊത്തം എഴുതി വെച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൽ ഇക്വേഷൻ ആണ്. ഇത് തിയറി ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതി വെക്കണം. നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, അടുത്ത മെത്തേഡ് ഇൻകം മെത്തേഡ്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡാണിത് ഇൻകം മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ്, ഇൻകം മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ? വരുമാനം. അണ്ടർ ദിസ് മെത്തേഡ് NI എന്ന് വെച്ചാൽ നാഷണൽ ഇൻകം കേട്ടോ. ഇറ്റ്സ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ഓൾ ദ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ബൈ ഓണേഴ്സ് ഓഫ് ഫാക്ടർ പ്രൊഡക്ഷൻ. അവിടെ ഫാക്ടർ ഇൻകംസ് ഏതൊക്കെയാ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഏതൊക്കെയാ ഫാക്ടർ ഇൻകംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഓരോ ഫാക്ടർ ഇൻകത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ നമ്മുടെ ഫാക്ടർ ഇൻകം? എന്താണ്? വേജ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. നമ്മുടെ ഇൻകം ഏതാ? വേജ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞടാ. ഈ വേജ് കൂട്ടണം, റെന്റ് കൂട്ടണം, ഇൻട്രസ്റ്റ് കൂട്ടണം, പ്രോഫിറ്റ്. ഈ ഇക്വേഷനാണ് ഇത് ഇൻകം മെത്തേഡ്. നിങ്ങൾ നോക്കുക, ഇതെന്താണ്? ഇതിങ്ങനെ കാണുമ്പോൾ എന്തോ സംഭവിക്കും. വേജ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അതായത് ഇവിടെ എഴുതി വെച്ചാൽ അത് കണ്ടില്ലേ? GDP എന്ന് വെച്ചാൽ എന്താണ്? വേജ് കൂട്ടണം, റെന്റ് കൂട്ടണം, ഇൻട്രസ്റ്റ് കൂട്ടണം, പ്രോഫിറ്റ്. വേജ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇത് പഠിച്ചു വെച്ചാൽ മതി. ഇത് പോതും. വേജ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. വേജും റെന്റും ഇൻട്രസ്റ്റും പ്രോഫിറ്റും ആഡ് ചെയ്യുന്നതാണ് ഇത് ഇൻകം മെത്തേഡ്. അതെല്ലാം കൂട്ടുക അല്ലേ? കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സെക്യൂർ ബൈക്ക്? ഈ വാല്യൂസ് എല്ലാം കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സെക്യൂർ ബൈക്ക്? വേജ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് അത് കൂട്ടിയാൽ മതി. ഈ വാല്യൂസ് എല്ലാം കൂട്ടിയാൽ മതി കേട്ടോ. ലാസ്റ്റ് മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് നാഷണൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓൺ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണ്? 4 സാധനങ്ങളുള്ളത്. ഒന്ന് എന്താണ്? ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കേട്ടോ. ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അതാണ് CI. രണ്ടാമത്തെ എന്താണ്? ഫൈനൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ II. അടുത്ത എന്താണ്? ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ GI. ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ലാസ്റ്റ് ഇത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, അതായത് X മൈനസ് M എന്ന് പറയും കേട്ടോ. ഇത് പഠിച്ചു വെച്ചോ. കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ്
ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ് മൈനസ് എം, അതായത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് അല്ലെങ്കിൽ നെറ്റ് എക്സ്പോർട്ട് എന്നാട്ടോ വിളിക്കുക. ഞാൻ വീണ്ടും എഴുതി തരാം, ഈച്ച് ആൻഡ് എവരി സാധനം എഴുതി തരാം. ഇത് പഠിക്കണം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ടഫ് ഏരിയ ആണ്, കുറച്ച് റിജിഡ് ഏരിയ ആണ്, പക്ഷെ നിങ്ങൾ പഠിച്ചേ മതിയാവുള്ളൂ കേട്ടോ. അടുത്തതിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത പറഞ്ഞുതരാം. നിങ്ങൾ നോക്കുക, ഓരോന്നും നമ്മൾ എഴുതാണ്, ഓരോന്ന് മെത്തേഡ്. നാഷണൽ ഇൻകം കാൽക്കുലേഷൻ, നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ഏതാണ്? 3 മെത്തേഡ് കേട്ടോ, 3 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ഏതാണ്? പ്രൊഡക്റ്റ് മെത്തേഡ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? വാല്യൂ ആഡഡ് മെത്തേഡ്. എന്താ വിളിക്കുക? വാല്യൂ ആഡഡ് മെത്തേഡ് കേട്ടോ. വാല്യൂ ആഡഡ് മെത്തേഡ് എന്നും കൂടെ നമ്മൾ ഇതിനെ വിളിക്കും. ഇതിന് ഇക്വേഷൻ എന്താണ്? സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 റേസ് ടു n GVAI എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇത് മതി. എന്താണ്? GVAI എന്ന് എഴുതിയാൽ മതി കേട്ടോ. അതായത് GDP ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 റേസ് ടു n GVAI. അല്ലെങ്കിൽ ഇവിടെ എന്ത് എഴുതിയാൽ മതി? QI മൈനസ് ZI. അതായത് എന്താണ്? ഔട്ട്പുട്ടിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ കേട്ടോ. ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഇത് കുറച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് മെത്തേഡായി, പ്രൊഡക്റ്റ് മെത്തേഡായി. ഇതാണ് പ്രൊഡക്റ്റ് മെത്തേഡ്. QI മൈനസ് Z, ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. പരിപാടിയായേ, പഠിച്ചു വെക്കണേ. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് ഏതാണ്? സെക്കൻഡ് മെത്തേഡ് ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇൻകം മെത്തേഡാണ് കേട്ടോ. സെക്കൻഡ് മെത്തേഡ് ഇൻകം മെത്തേഡ് എങ്ങനെയാണ്? ഇൻകം മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ? വേജ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് കേട്ടോ. പ്രോഫിറ്റ് എന്താണ് വരിക? GDP ഈസിക്വൽ ടു എന്താ വരിക? GDP ഈസിക്വൽ ടു വേജ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് കേട്ടോ. വേജ്, ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇതാണ് നമ്മൾ അടുത്ത മെത്തേഡായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് മെത്തേഡാണ് ഇത്. മൂന്നാമത്തെ മെത്തേഡാണ് ഇത് നമ്മൾ പഠിക്കുന്ന മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് ഇത്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് കേട്ടോ. എക്സ്പെൻഡിച്ചർ മെത്തേഡ് മൂന്നാമത്തെ മെത്തേഡാണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? GDP എന്ന് വെച്ചാൽ എന്താ? GDP ഈസ് ഈക്വൽ ടു കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഓരോന്ന് എഴുതണ്ടേ? കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം: C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M. മനസ്സിലായോ? എടാ എന്നൊന്നുമില്ല, അത് നിങ്ങൾ നോക്കണ്ട. അതൊക്കെ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നതാണ്. അതൊന്നും നിങ്ങളിത് ജസ്റ്റ് പഠിച്ചു വെക്കുക. ഈ സാധനമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ, QI മൈനസ് ZI. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എന്താണ്? വേജ് കൂട്ടണം, റെന്റ് കൂട്ടണം, ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. മൂന്നാമത്തെ മെത്തേഡിൽ C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M. പറയുന്ന കാര്യം നിങ്ങൾ പഠിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾ നോക്കട്ടോ, ഓരോന്ന് നോക്ക്, വേഗം നോക്കുക. അതെന്താന്ന് വെച്ചാൽ നാട്ടിലുള്ള ഒരുപാട് ഫേമുകളുണ്ട്. ഒരുപാട് ഫേമുകളുടെ ഫൈനൽ വാല്യൂ ആണ് ഇതൊക്കെ. ഓരോ ഫേമുകളുടെയും കൂട്ടുന്നതാണ്. അതാണ് സിഗ്മ എന്ന് കൊടുത്തത്. അത് നിങ്ങൾ കണക്കാക്കണ്ട.
അത് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓരോ ഫേമുകളുടെയും ഫൈനൽ വാല്യൂസ് കൂട്ടി പോവാണ്, അങ്ങനെയാണ് പറയുക. പക്ഷെ അതിനെ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് എന്ന് പറയുക, ക്യൂ എന്ന് പറയുക. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ZI കുറയ്ക്കുക, ഇന്റർമീഡിയറ്റ് കൺസംഷൻ. അപ്പോൾ ഇതൊരു ഇക്വേഷൻ എന്നുള്ള രീതിയിൽ എഴുതിയെന്നുള്ളൂ, പക്ഷെ അത് ഫൈനലൈസ് ചെയ്തിട്ട് ഈ സാധനം പഠിച്ചാൽ മതി. QI - ZI ഇതൊക്കെ ഓരോ ഫേമുകളുടെയും എന്താണ്, I എന്ന് വെച്ചാൽ ലാസ്റ്റ് ഐറ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്, N എന്ന് വെച്ചാലും ലാസ്റ്റ് ഐറ്റം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. സം അതർ കോൺസെപ്റ്റ്, ഇതൊക്കെ കാണാതെ പഠിക്കാനുള്ള ഇക്വേഷൻ ആണ്. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചു വെക്കണം, കാരണം ഇതിൽ ഒരുപാട് ഡെപ്തിൽ പഠിക്കാനുണ്ട്, നല്ല ഡെപ്തിൽ പഠിക്കാൻ. നോക്കാം, ഫസ്റ്റ് പേഴ്സണൽ ഇൻകം. ഒരാളുടെ പേഴ്സണൽ ഇൻകം എന്താണെന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. പേഴ്സണൽ ഇൻകം എന്താണ് നമ്മൾ നോക്കുന്നത്, ഒരാളുടെ പേഴ്സണൽ ഇൻകം എന്താ നോക്കുന്നത്. നോക്കാം, പേഴ്സണൽ ഇൻകം ഇക്വേഷൻ പഠിച്ചാൽ മതി. പേഴ്സണൽ ഇൻകം എന്ന് വെച്ചാൽ എന്താ? നാഷണൽ ഇൻകം മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, അതായത് വിതരണം ചെയ്യാത്ത പ്രോഫിറ്റ്, മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ്. നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ്, അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുക, പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ടു ദ ഹൗസ് ഹോൾഡ് ഫ്രം ഗവൺമെന്റ് ആൻഡ് ഫേംസ്. വലിയ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ അങ്ങനെ തന്നെ പഠിക്കുക, ഒന്നും ചെയ്യാനില്ല അതിൽ. ഇക്വേഷൻ പഠിച്ചു വെക്കുക. എക്സാമിന് എങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കാണാൻ മാത്രമായിട്ട് 2 മാർക്കിന് ചോദിച്ചേക്കാം. അത് കാണാൻ വേണ്ടി മാത്രം 2 മാർക്കിന് എന്ത് ചെയ്യാം? ചോദിച്ചേക്കാം കേട്ടോ. 2 മാർക്കിന് ചോദിച്ചേക്കാം. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കണം. പേഴ്സണൽ ഇൻകം എന്ന് വെച്ചാൽ നാഷണൽ ഇൻകം മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ് മൈനസ് കോർപ്പറേറ്റ് ടാക്സ് പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ടു ദ ഹൗസ് ഹോൾഡ് ഫ്രം ഗവൺമെന്റ് ആൻഡ് ഫേംസ്. പഠിച്ചു വെക്കണം. ഇത് പഠിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഓക്കെ. എടാ ഞാൻ പറഞ്ഞു, ദാനിഷ് പറഞ്ഞു ഇക്വേഷനിൽ N എന്താന്ന് ഞാൻ പറഞ്ഞു, കുറേ വട്ടം ഞാൻ പറഞ്ഞു. ദാനിഷ് എന്താണ് N എന്ന് പറഞ്ഞത്? താഴെ എടാ അത് ഓരോ ഫേമുകളുടെയും എന്താണ് പറയുന്നത്? ഓരോ ഫേമിൻ്റെ ഫൈനൽ വാല്യൂസ് കൂട്ടുന്നതാണ്. ആ ഫൈനൽ ഫേംസ് എന്ന് വെച്ചാൽ എത്രയോ ഫേം, കോടാനുകോടി ഫേം എക്കോണമിയിലുണ്ടാവും. അതുകൊണ്ടാണ് Iയും Nനും ഒക്കെ അവിടെ കൊടുത്തത്. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് QI - ZI എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതിയത്. ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ, എല്ലാത്തിൻ്റെയും ഫൈനൽ ഔട്ട്പുട്ട് എടുത്ത് അങ്ങനെയാണ് Q എന്ന് എടുത്തിട്ടുള്ളത്. ആ Iയും Nനും കാര്യമാക്കേണ്ട ആവശ്യം ഇപ്പോൾ തൽക്കാലം വരുന്നില്ല. ഓക്കെ, അടുത്തത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. എടാ പോക്കറ്റിലുള്ള പൈസ, അതാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, PDI. നമ്മുടെ പോക്കറ്റിലുള്ള പൈസ അതെന്താ നോക്കുക. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ എന്താ? പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് എന്ത് കുറയ്ക്കുക? പേഴ്സണൽ ടാക്സ് പേയ്മെന്റ്സ് മൈനസ് നോൺ ടാക്സ് പേയ്മെന്റ്സ്. അതായത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നേരത്തെ പഠിച്ച പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ടാക്സ് പേയ്മെന്റ്സും നോൺ ടാക്സ് പേയ്മെന്റും കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടി കേട്ടോ. ഇതൊക്കെ പഠിച്ചു വെക്കാനുള്ളതാണ്. അടുത്തത് പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം എന്ന് വെച്ചാൽ എന്താ? നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണ് കേട്ടോ. PCI എന്ന് വെച്ചാൽ എന്താ? രാജ്യത്തിന്റെ വരുമാനത്തെ രാജ്യത്തിലെ ആൾക്കാരുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? പെർ ക്യാപിറ്റ ഇൻകം. പേഴ്സണൽ ഇൻകം അല്ല, പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു എന്താണ്? നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണ് കേട്ടോ. നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100 കേട്ടോ. ഇതാണ് പെർ ക്യാപിറ്റ ഇൻകം. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇതെല്ലാം അതുപോലെ തന്നെ പഠിച്ചു. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. അതുകൊണ്ടാണ് 1 ഷോട്ട് ക്ലാസ് ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. നോക്കാം, പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ചെയ്യും. പ്രോബ്ലം ചെയ്തിട്ട് വിടുള്ളൂ നമ്മൾ. അടുത്തത് പ്രൈവറ്റ് ഇൻകം എന്താണ്? പ്രൈവറ്റ് ഇൻകം എന്ന് വെച്ചാൽ രാജ്യത്തുള്ള പ്രൈവറ്റ് പേഴ്സൺസിന്റെ ഇൻകം ആണ് ഇത് പ്രൈവറ്റ് ഇൻകം. നോക്കുക, ഫാക്ടർ ഇൻകം ഫ്രം നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അക്യൂറിംഗ് ദ പ്രൈവറ്റ് സെക്ടർ. അതായത് ഫാക്ടർ ഇൻകം ഏൺ ചെയ്ത് ആരാ ഏൺ ചെയ്തത്? പ്രൈവറ്റ് സെക്ടർ ഏൺ ചെയ്തത്. പ്ലസ് നാഷണൽ ഡെപ്റ്റ് ഇൻട്രസ്റ്റ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് പ്ലസ് കറന്റ് ട്രാൻസ്ഫർ ഫ്രം ഗവൺമെന്റ് പ്ലസ് അതർ നെറ്റ് ട്രാൻസ്ഫർ ഓഫ് ദ വേൾഡ്. വലിയ ഇക്വേഷൻ ആണ്, പഠിക്കണം. ഒന്നും ചെയ്യാനില്ല. ഇത് നിങ്ങൾ നേരെ പഠിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറുണ്ട് ചില സമയത്ത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. ഡയറക്റ്റ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളത് അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ഇക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലം ഉണ്ടാവും. പ്രോബ്ലം ചെയ്യാനുണ്ടാവും. പ്രോബ്ലം ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്ത പ്രോബ്ലം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതല്ല ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് ഞാൻ ചെയ്യുന്നത് 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ. ഓക്കെ. അടുത്തത് നോമിനൽ GDP എന്താ, റിയൽ GDP എന്താ? ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. 2 മാർക്കിന്റെ ചോദ്യമാണ്.
2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നോമിനൽ ജി ഡി പി റിയൽ ജി ഡി പി. അവിടെ നോമിനൽ എന്ന് വെച്ചാൽ എന്താ? നോമിനൽ എന്ന് കേട്ട് അപ്പം തന്നെ മനസ്സിലാക്കുക എന്താണ്? ജി ഡി പി കാൽക്കുലേറ്റ് ഓൺ ദി ബേസിസ് ഓഫ് കറണ്ട് ഇയർ. നമ്മൾ രാജ്യത്തിൻ്റെ ജി ഡി പി കണക്ക് കൂട്ടുന്നത് കറണ്ട് ഇപ്പോഴുള്ള ഇയറിൻ്റെ ബേസിലാണെങ്കിൽ, കറണ്ട് ഇയറിൻ്റെ ബേസിലാണ് അതിന് നമ്മൾ എന്താ വിളിക്കുക? നോമിനൽ ജി ഡി പി എന്ന് വിളിക്കും. നേരെ മറിച്ച് റിയൽ എന്ന് പറയുമ്പോൾ എന്താ? നമ്മളിപ്പോൾ നമ്മളല്ലേ റിയൽ പ്രണയങ്ങളൊക്കെ പണ്ടായിരുന്നു, റിയൽ എന്താ പറയുക ഫുട്ബോൾ കളി പണ്ടായിരുന്നു, റിയൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പണ്ടായിരുന്നു. അപ്പോൾ ബേസിലേക്ക് പോകും, പഴയതിലേക്ക് പോകും. അപ്പോൾ റിയൽ ജി ഡി പി എന്ന് പറയുമ്പോൾ എന്താ? ജി ഡി പി ഓഫ് അതായത് ദ വാല്യൂ ഓഫ് ജി ഡി പി കാൽക്കുലേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ബേസ് ഇയർ കേട്ടോ. അപ്പോൾ നോമിനൽ ജി ഡി പി ആണെങ്കിൽ കറണ്ട് ഇയറും, റിയൽ ജി ഡി പി ആണെങ്കിൽ ബേസ് ഇയറും. മനസ്സിലാക്കുക. അത് രണ്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നോമിനൽ ജി ഡി പിയും റിയൽ ജി ഡി പിയും ഒന്ന് ബേസും ഒന്ന് എന്താണ്? കറണ്ടുമാണ്. നോമിനൽ ജി ഡി പി ആണെങ്കിൽ കറണ്ട് ഇയറിലാണ് കണക്ക് കിട്ടുക. ഇതിന് നമ്മൾ വലിയ ജി ഡി പി എന്ന് പറയും, നോമിനൽ ജി ഡി പി. ഇതിന് നമ്മൾ ചെറിയ ജി ഡി പി എന്ന് പറയും കേട്ടോ. വലിയ ജി ഡി പിയും ചെറിയ ജി ഡി പി. നോമിനൽ എന്ന് പറയുമ്പോൾ കറണ്ട് ഇയറിൽ, ഇപ്പോഴുള്ള ഇയറിൽ കണക്ക് കൂട്ടുന്നതാണ് ഇത് നോമിനൽ ജി ഡി പി. റിയൽ ജി ഡി പി എന്താണ്? പഴയത്, പണ്ടുള്ളത് അല്ലേ? പണ്ടുള്ളത് ബേസ് ഇയറിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അടുത്തത് ജി ഡി പി ഡിഫ്ലേറ്റർ. ഇത് നിങ്ങൾ നോക്കണ്ട, ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. ഇത് നോക്കുക, ജി ഡി പി ഡിഫ്ലേറ്റർ എന്താണ് ഇത് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതിൽ ഒരുപാട് കാര്യം, ഇത് പഠിച്ചു വെച്ചാൽ മതിയെ, ഇത് മാത്രം പഠിച്ചു. ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് വെച്ചാൽ എന്താ? നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി. എടാ വലിയ ജി ഡി പി എന്താണ്? നോമിനൽ ജി ഡി പി ആണ്. ഡിവൈഡഡ് ബൈ ചെറിയ ജി ഡി പി എന്താണ്? റിയൽ ജി ഡി പി ആണ്. അപ്പോൾ ജി ഡി പി ഡിഫ്ലേറ്റർ എന്താണ്? ഞാൻ അവിടെ എഴുതി തരാം. ജി ഡി പി ഡിഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു എന്താണ്? ജി ഡി പി ഡിഫ്ലേറ്റർ, ഇത് വൺ വേർഡ് ചോദ്യമാണ്. ഡിഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു എന്താണ്? നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി കേട്ടോ. നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി. അല്ലെങ്കിൽ നമ്മൾ വലിയ ജി ഡി പി എന്ന് വെച്ചാൽ എന്താ? രാജ്യത്തിന് വരുമാനം കേട്ടോ. ചെറിയ ജി ഡി പി ഓക്കെ. നോമിനൽ ജി ഡി പി ഡിവൈഡ് ബൈ റിയൽ ജി ഡി പി. ഇതാണ് എന്ത്? ജി ഡി പി ഡിഫ്ലേറ്റർ. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇതൊക്കെ ഞാൻ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ സെപ്പറേറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്? എഴുതി തരുന്നുണ്ട് കേട്ടോ. സെപ്പറേറ്റ്ലി ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എഴുതി തരുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഓരോന്ന് ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എഴുതി തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അടുത്തതിലേക്ക് പോകണേ. ഓക്കെ. അടുത്തത് ചോദ്യമാണ്. എടാ ജി ഡി പി എന്ന് വെച്ചാൽ എന്താ? രാജ്യത്തിൻ്റെ വരുമാനമാണ് അല്ലേ? ജി ഡി പി എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ വരുമാനമാണ്. ജി ഡി പി കൂടി എന്ന് വെച്ചാൽ ശരിക്കും അതിൻ്റെ മീനിങ് എന്താ? രാജ്യം വികസിച്ചു, രാജ്യം അടിപൊളിയായി, രാജ്യം സെറ്റായി, രാജ്യം പവറായി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ വർമ്മ സാറ്. എന്താണ്? എടാ പൈസക്കാരായിക്കൊണ്ടിരിക്കുന്നു, പാവപ്പെട്ടവരായിക്കൊണ്ടിരിക്കുന്നു. എടാ അംബാനി അദാനി എന്നൊക്കെ പറഞ്ഞ കുറേ പൈസക്കാർ ഈ നാട്ടിലുണ്ട്. ഇവരുടെ കയ്യിലുള്ള പൈസ കൂടുമ്പോൾ രാജ്യത്തിൻ്റെ ജി ഡി പിയും കൂടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? സാധാരണക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ജി ഡി പി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് ഗുഡ് ഇൻഡിക്കേറ്റർ അല്ല. അതിൻ്റെ എന്തൊക്കെയാണ് കാരണങ്ങൾ? ഇതും ചോദിക്കാറുണ്ട്. എന്താണ്? വൈ ജി ഡി പി ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് വെൽഫെയർ. ഒരു രാജ്യത്തെ ആൾക്കാർക്ക് ക്ഷേമം, നല്ല കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റൂല. കാരണം എന്താ? ജി ഡി പി എന്ന് വെച്ചാൽ ഒരു നോമിനൽ കണക്ക് മാത്രമാണ്, പൈസയുടെ പേരിലുള്ള കണക്ക് മാത്രമാണ് ഇത് ജി ഡി പി എന്ന് പറയുന്നത്. ജി ഡി പി കൂടി എന്ന് വെച്ചാൽ രാജ്യത്തിലുള്ള ആൾക്കാർ നന്നാവണം എന്നൊന്നുമില്ല, രാജ്യത്തിലുള്ള പൈസ കൂടി എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും നല്ലതല്ല. അത് എന്തൊക്കെയാണ് കാരണങ്ങൾ? 3 പോയിന്റ് പഠിച്ചു വെക്കുക. ഫസ്റ്റ് പോയിന്റ് ഇതാ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജി ഡി പി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. എടാ പൈസക്കാരനായിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവനായിക്കൊണ്ടിരിക്കുന്നുണ്ട്. റിച്ചർ ബിക്കം റിച്ചർ, പുവർ ബിക്കം പുവറർ. ഇതൊരു പ്രശ്നമാണ്. പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ജി ഡി പി എന്തുകൊണ്ടൊരു ഗുഡ് ഇൻഡിക്കേറ്റർ അല്ല? അപ്പോൾ എന്താണ്? ജി ഡി പിയിലുള്ള എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജി ഡി പി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. രാജ്യത്തിൻ്റെ വരുമാനം കൃത്യമായിട്ടല്ല എത്തുന്നത്. അവിടെ ഇന്ത്യയിൽ വലിയ പൈസക്കാരുണ്ട്, വളരെ പാവപ്പെട്ടവരുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ ഇൻകം എന്താണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് നല്ലപോലെയല്ല. ഇവിടെ ഒരുപാട് ഇനീക്വാളിറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ പോയിന്റ്, നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്. നിങ്ങൾ നോക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനത്തിൽ ചില കാര്യങ്ങളൊന്നും കണക്ക് കൂട്ടാറില്ല. എന്തൊക്കെയാണത്? എന്തൊക്കെ കാര്യങ്ങൾ കണക്ക് കൂട്ടാത്തത്? എടാ നമ്മുടെ അമ്മമാർ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വസ്ത്രങ്ങൾ വാഷ് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, വീട് ക്ലീൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതേ ജോലി അവർ വേറൊരു വീട്ടിൽ പോയിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് എത്ര രൂപ മാസം കൊടുക്കേണ്ടി വരും? അവർക്ക് മാസം ഒരു 20,000-30,000 രൂപ കൊടുക്കേണ്ടി വരും.
ശരിക്കും ഇവരെടുക്കുന്ന ഈ ജോലിക്ക് നമ്മൾ ഒരു പൈസയും കണക്കാക്കുന്നില്ല. ഇങ്ങനെ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് രാജ്യത്ത് ഒരുപാടുണ്ട്. ഈ വീട്ടമ്മമാർ ശരിക്കും പ്രൊഡക്റ്റീവായിട്ടാണ് ജോലി എടുക്കുന്നത്, പക്ഷെ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, GDP കണക്ക് കൂട്ടുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതും GDP എന്താണ് കണക്ക് കൂട്ടാത്തത് വലിയൊരു പ്രശ്നമാണെന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അടുത്തത് എക്സ്റ്റേണാലിറ്റീസ്. ഒരാളുടെ ആക്ഷൻ മറ്റൊരാളെ ബാധിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയാം. നിങ്ങൾ ഈ പോയിന്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. ഒരു പോയിന്റ് കൂടെ എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് ഹാംഫുൾ ഗുഡ്സ് കേട്ടോ. ഒരു പോയിന്റ് കൂടെ ഉണ്ട്, പ്രൊഡക്ഷൻ ഓഫ് ഹാംഫുൾ ഗുഡ്സ് കേട്ടോ. പ്രൊഡക്ഷൻ ഓഫ് ഹാംഫുൾ ഗുഡ്സ് അതെന്താണ്? എടാ, ഒരു രാജ്യത്ത് കള്ളും കഞ്ചാവും മയക്കുമരുന്ന് MDMA ഒക്കെ ഇങ്ങനെ കച്ചവടം നടത്തുക, അവർ രാജ്യത്തിന് കുറേ പൈസ കിട്ടി എന്ന് കരുതിയാൽ രാജ്യത്തെ ആൾക്കാർ നന്നാവണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. രാജ്യം എന്താണ് വളരെ പരിതാപകരമായി പോകും. അപ്പോൾ GDP പൈസ കിട്ടുക എന്നുള്ളതാണ് GDPയുടെ മീനിങ്ങും. രാജ്യത്ത് വരുമാനം എത്തുക, രാജ്യത്ത് പൈസ എത്തുക എന്നുള്ളതാണ് GDP യോട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, രാജ്യത്ത് ഒരുപാട് പൈസ കിട്ടിയോണ്ട് അവിടെ വെൽഫെയർ ഉണ്ടാവണമെന്നില്ല. GDP കൂടിയേക്കാം, രാജ്യത്തിൻ്റെ GDP ഇങ്ങനെ കൂടിക്കൂടി വന്നേക്കാം, പക്ഷെ രാജ്യത്തിൻ്റെ വെൽഫെയർ നല്ലപോലെ അല്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രഗ്സുകളും ഡ്രിങ്ക്സുകളും എന്താണ് ആൽക്കഹോളൊക്കെ ഒരുപാട് സെല്ലിങ് നടന്നിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന് GDP കൂടും, പക്ഷെ രാജ്യത്ത് വെൽഫെയർ ഉണ്ടാവില്ല. ഒന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. ആ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തത് നമ്മൾ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. സ്റ്റോക്കും ഫ്ലോയിൽ നിന്നുള്ള ഡിഫറൻസ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അത് ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചാണ്. നമുക്ക് 2 പ്രോബ്ലം കൂടെ ചെയ്ത് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ്. 2 ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. 2 ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം കൂടെ ചെയ്താൽ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. നോക്കാം, സ്റ്റോക്ക് എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആണ്, ഫ്ലോ എന്താണ്, ഡൈനാമിക് കോൺസെപ്റ്റ് ആണ്. പഠിച്ചതാണേ നോക്കുക. സ്റ്റോക്ക് സ്റ്റാറ്റിക്, ഫ്ലോ എന്താണ്, ഡൈനാമിക് കോൺസെപ്റ്റ് ആണ്. സ്റ്റോക്ക് എന്താണ്, ക്വാണ്ടിറ്റി മെഷർ എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. സ്റ്റോക്ക് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ടൈമിലാണ് കണക്കാക്കുക. ഇതൊരു പീരീഡ് ഓഫ് ടൈം ആണ്, ഇതൊരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ആണെന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇത് വാട്ടറിൻ്റെ ടാങ്ക് ആണെങ്കിൽ ഇത് വാട്ടറിൻ്റെ ടാപ്പാണ്. ഇത് കെട്ടിക്കിടക്കുന്ന വലിയൊരു വെള്ളമാണെങ്കിൽ ഇത് അതിലൂടെ ഒഴുകി വരുന്ന, അതാണ് ഫ്ലോ എന്ന് പറയുന്നത്. ഇവിടെ നോ ടൈം ഡയമെൻഷൻ, ഇവിടെ എന്താണ്, വിച്ച് ഹാസ് ടൈം ഡയമെൻഷൻ. സ്റ്റോക്കിന് ടൈം ഡയമെൻഷൻ ഇല്ല, ഫ്ലോക്ക് ടൈം ഡയമെൻഷൻ ഉണ്ട്. ഇതെന്താണ് എക്സാമ്പിൾ, വെൽത്ത്, ഇവിടെ ഇൻകം. വെൽത്ത് എന്ന് വെച്ചാൽ കെട്ടിക്കിടക്കുന്ന പോലെ കുറേ സ്വത്ത് കിടക്കുന്നത്. ഇൻകം എന്ന് വെച്ചാൽ വരുമാനമാണ്, കുറച്ചുള്ളതാണ് ഇത് ഇൻകം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ നോക്കുക. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യം, ഫൈൻഡ് നാഷണൽ ഇൻകം ആൻഡ് ഓൾസോ ഫൈൻഡ് NDP. ഇതാണ് ചോദ്യം കേട്ടോ. നോക്കാം, ഞാൻ ഇത്തിരി വെള്ളം കുടിക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കാം. 2 ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഓക്കെ, എടാ, ഇവിടെ ഉദ്ദേശം എന്താ, നമ്മളോട് 3 മെത്തേഡ് വഴി നാഷണൽ ഇൻകം കാണാനാണ്. ഇത് 8 മാർക്കിൻ്റെ ചോദ്യമൊക്കെ വരാറുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, 3 മെത്തേഡ് വഴി നാഷണൽ ഇൻകം കാണാനാണ്. അപ്പം ഞാൻ ഓരോ മെത്തേഡ് നിങ്ങൾക്ക് എഴുതി തരുന്നുണ്ട്, അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഏതാണ്, നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് മെത്തേഡ് കേട്ടോ. ഏത് മെത്തേഡാണ്, പ്രൊഡക്റ്റ് മെത്തേഡ്. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് എഴുതാണ്. ഫസ്റ്റ് മെത്തേഡ് ഏതാണ്, പ്രൊഡക്റ്റ് മെത്തേഡ്. 3 മെത്തേഡ് വെച്ച് നാഷണൽ ഇൻകം കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഡിപ്രീസിയേഷൻ ഉണ്ട്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, റെന്റ്, ഗവൺമെന്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പ്രൊഡക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്താ, പ്രൊഡക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്രൊഡക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്താ, GDP ഈക്വൽ ടു എന്താണ്, GVAI അല്ലേ, GVAI. അതെന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്, QI മൈനസ് ZI എന്ന് പറഞ്ഞൊരു സാധനമാണ്. QI മൈനസ് ZI നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. QI ഞാൻ ചെറുത് ഷോർട്ടാക്കിയിട്ടാണ് എഴുതുന്നത്. Q എന്ന് വെച്ചാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അതെന്താണ് ഔട്ട്പുട്ടാണ്. കിട്ടി, ഔട്ട്പുട്ട് എത്രയാണ്, 1300 കിട്ടി. 1300 ഔട്ട്പുട്ട് മൈനസ് ZI എന്ന് വെച്ചാൽ എന്താ, ഇന്റർമീഡിയറ്റ് കൺസംഷൻ ആണ്. ZI എന്ന് വെച്ചാൽ എന്താ, ഇതാണെന്ത്, QI എന്ന് പറയുന്നത്. അടുത്തത് ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഏതാണ്, ഇതാണ് ZI എന്ന് പറയുന്നത് കേട്ടോ. കിട്ടി, 2 കാര്യം കിട്ടി. ZI എത്രയാണ്, 400 ആണ്. ആൻസർ കിട്ടി. എത്രയാണ്,
900 കേട്ടോ. ആൻസർ കിട്ടി 900. ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞ് നോക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം 3 മെത്തേഡ് വെച്ചിട്ട് നമ്മൾ നാഷണൽ ഇൻകം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? സെയിം ആൻസറെ കിട്ടാൻ പാടുള്ളൂ. 3 മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് സെയിം ആൻസറെ കിട്ടാൻ പാടുള്ളൂ. 3 മെത്തേഡ് വെച്ച് ചെയ്താൽ നമുക്ക് സെയിം ആൻസറെ കണ്ടുപിടിക്കാൻ പാടുള്ളൂ, ആൻസർ കിട്ടാൻ പാടുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് ഏതാ? രണ്ടാമത്തെ മെത്തേഡ് ശ്രദ്ധിക്കുക, ഇൻകം മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഇൻകം മെത്തേഡ്. മെത്തേഡ് എന്താ? ജി ഡി പി സിക്വൽ ടു എന്താ? ഞാൻ കളർ മാറ്റുന്നുണ്ട്. ജി ഡി പി സിക്വൽ ടു എന്താ? ജി ഡി പി എന്ന് വെച്ചാൽ എന്താ? വേജ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇത് 4 കൂട്ടിക്കഴിഞ്ഞാലും 900 കിട്ടണം. വേജ് നോക്കുക, എവിടെടാ വേജ്? കിട്ടി, W കിട്ടി, വേജ് കിട്ടി. വേജ് എത്രയാ? 300 പ്ലസ് റെന്റ്. അടുത്ത റെന്റ് നോക്കുക, റെന്റ് എത്ര? 150. ഇതാണ് 6. റെന്റ് അതെത്ര? 150 പ്ലസ് അടുത്തത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, ഇൻട്രസ്റ്റ് എവിടെ? അതാണ് IN, ഇൻട്രസ്റ്റ്. അത് എത്രയാണ്? 200 ആണ്. അത് 200 ആണ്. പ്ലസ് ലാസ്റ്റത്തെ ഏതാണ്? പ്രോഫിറ്റ് ആണ് കേട്ടോ. ലാസ്റ്റത്തത് പ്രോഫിറ്റ് നോക്ക്, ഇതാ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്നൊക്കെ ഉണ്ട്. അത് എത്രയാണ്? 250 ആണ്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 900 കിട്ടി. രണ്ടാമത്തെ മെത്തേഡും കഴിഞ്ഞ്. രണ്ട് മെത്തേഡ് കഴിഞ്ഞ് ശ്രദ്ധിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 2 മെത്തേഡ് കഴിഞ്ഞ്. ഓക്കെ, സോറി, 2 മെത്തേഡ് കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് മെത്തേഡ് ഏത് മെത്തേഡാ? ലാസ്റ്റ് മെത്തേഡ്, ദ ഫൈനൽ മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. നോക്കാം, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. നമുക്ക് വേറെ കളർ യൂസ് ചെയ്യാം. ഏത് യൂസ് ചെയ്യാം? ഇത് യൂസ് ചെയ്യാം. എക്സ്പെൻഡിച്ചർ മെത്തേഡ് കേട്ടോ. ഏതാണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് ഇത്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ജി ഡി പി ഇസിക്വൽ ടു എന്താണ് പറഞ്ഞിട്ടുള്ളത്? ജി ഡി പി ഇസിക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. നമ്മൾ ഓരോന്ന് എഴുതാണ്. സി എന്ന് വെച്ചാൽ എന്താ? കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. നോക്കുക, കൺസംഷൻ എക്സ്പെൻഡിച്ചർ നോക്കി പോയത്. അതായത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ കിട്ടി, സി കിട്ടി കേട്ടോ. സി കിട്ടി, എത്രയാണത്? 500 ആണ്. സി കിട്ടി 500 ആണ്. പ്ലസ് ഐ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ കിട്ടി. എത്ര? ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എത്രയാണത്? 200 ആണ്. 200. അടുത്തത് പ്ലസ് ജി എന്താ? ഗവൺമെന്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഇതാണെന്ത്? ജി. അത് നമുക്ക് കിട്ടി, എത്രയാണ്? 150. പ്ലസ് അടുത്തെന്താണ്? എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. എക്സ്പോർട്ട് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. അതാണ് എക്സ്, അതെത്ര? 100. ഇമ്പോർട്ട് എത്രയാണ്? എം, അതെത്രയാണ്? 50. എക്സ്പോർട്ട് 100 മൈനസ് എത്രയാണ്? 50. ആൻസർ കിട്ടി. ഇത് മൊത്തം കൂട്ടിയിട്ട് ചെയ്തതിന് എത്ര കിട്ടും? 900 കിട്ടും. കിട്ടിയടാ, 8 മാർക്ക് കിട്ടി. നോക്കുക, ശ്രദ്ധിക്കുക, ആൻസർ ചെയ്ത രീതി നോക്കുക. ഓരോന്നും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓരോന്ന് ഈച്ച് ആൻഡ് എവരി പോയിന്റ് ശ്രദ്ധിക്കുക. 3 മെത്തേഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 3 മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കാം, 3 മെത്തേഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോന്നും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടയാളപ്പെടുത്തുക കാലമേ ഇത് ഘടികാരങ്ങൾ നടക്കുന്ന ശബ്ദം, അല്ലേ? ഓക്കെ, കിട്ടിയില്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദ മോസ്റ്റ് ടഫസ്റ്റ്, ദ മോസ്റ്റ് പവർഫുൾ സാധനമാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് കേട്ടോ. നോക്കുക. ഇത് ഓക്കെ അല്ലേ? ഇടത് ഓക്കെ ആണെന്ന് ഓക്കെ കമന്റ് ഇട്. ഇത് നിങ്ങൾ വിശദമായിട്ട് നിങ്ങൾ ക്ലാസ് വീണ്ടും റിവൈസ് ചെയ്ത് കേട്ടിട്ട് വേണം ഇതിന്റെ ആൻസർ നോക്കാൻ കേട്ടോ, കൃത്യമായിട്ട് നോക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തെന്താ? ഇത് അവിടെ നിൽക്കട്ടെ. ഈ കോൺസെപ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ത്രൂ പഠിക്കാം കേട്ടോ. നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എൻ എക്കോണമി, വേജ് 800, റെന്റ് 300, ഇൻട്രസ്റ്റ് 400, പ്രോഫിറ്റ് 200, ഡി 500. ഇത് ഡിപ്രീസിയേഷൻ ആണ് കേട്ടോ. NIT 100, NFI 150. ഇതാണ് ക്വസ്റ്റ്യൻ എന്നിട്ടുള്ളത്. കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്താ? GNP-MP, GNP-FC, NNP-MP, NNP-FC, GDP-MP, GDP-FC, NDP-MP, NDP-FC. 8 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ. 8 മാർക്കിന്റെ. ഞാൻ ക്വസ്റ്റ്യൻ ത്രൂ പഠിപ്പിക്കാം. നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിച്ച് ക്വസ്റ്റ്യൻ ത്രൂ പഠിപ്പിക്കാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ്. 8 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ. ഇത്രേ ക്വസ്റ്റ്യൻ ഉള്ളൂ. എന്തൊക്കെ കാണണം? GNP-MP, GNP-FC, NNP-MP, NNP-FC, GDP-MP, GDP-FC, NDP-MP, NDP-FC. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇനി ഒന്നും നോക്കണ്ട. ഇത് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇവിടെ മൊത്തം ഞാൻ ചെയ്യാൻ പോവാം. മൊത്തം ആൻസർ ഞാൻ ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ NIT എന്ന് വെച്ചാൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ് കേട്ടോ. നെറ്റ്
ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ് കേട്ടോ മീനിങ്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അതുപോലെ തന്നെ ഡി എന്ന് വെച്ചാൽ എന്താണ്, ഡിപ്രീസിയേഷൻ ആണ്. ഡി എന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ ആണ്. ഡി എന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഡിപ്രീസിയേഷൻ ആണ്. ഡി എന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ ആണ്. ഓരോന്നും നിങ്ങൾ നോക്കുക. ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, ഫസ്റ്റ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് എന്താ, നമ്മൾ ആദ്യം കണ്ടെത്താൻ പോകുന്നത് ഏതാണ്, ജി എൻ പി എം പിയുടെ ഇക്വേഷൻ. ജി എൻ പി എം പി ഇനി ഓരോന്നും ഇവിടെ എഴുതുന്നത്, ഓരോന്നും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജി എൻ പി എം പി എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസ് കേട്ടോ, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇതാണ് ജി എൻ പി എം പി. ഓരോന്നും പഠിക്കുക. ജി എൻ പി എം പി കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കൂട്ടുക. വേജ് കൂട്ടണം, റെന്റ് കൂട്ടണം, ഇൻട്രസ്റ്റ് കൂട്ടണം, പ്രോഫിറ്റ് കൂട്ടണം, ഡിപ്രീസിയേഷൻ കൂട്ടണം, NIT കൂട്ടണം, NFIA. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക, ഓക്കെ ഓരോന്നും കൂട്ടുക, മൊത്തം കൂട്ടുക. എന്താണ്, വേജ് പ്ലസ് റെന്റ് പ്ലസ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് NIT പ്ലസ് ഒരാളും കൂടെ ഉണ്ട്, ആരാണത്, NFIA. NFIA ഓക്കെ, NFA മതി, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കേട്ടോ. NFA എന്ന് വെച്ചാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. കണ്ടുപിടിച്ചോ, എത്ര കിട്ടുക, 800 പ്ലസ് റെന്റ് എത്രയാണ് നമുക്ക് എന്നിട്ടുള്ളത്, 300 പ്ലസ് ഇൻട്രസ്റ്റ് എത്രയാണ്, 400 പ്ലസ് ഡിപ്രീസിയേഷൻ എത്ര, ഡിപ്രീസിയേഷൻ എത്ര, പ്രോഫിറ്റ് എത്രയാണ്, പ്രോഫിറ്റ് എത്ര എന്നിട്ടുള്ളത് 200 പ്ലസ് ഡിപ്രീസിയേഷൻ 50 പ്ലസ് NIT എത്ര 100 പ്ലസ് NFI എത്രയാണ് 150. ഇതെല്ലാം കൂടെ കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടി, 2000 കിട്ടും കേട്ടോ. 2000 കിട്ടി. ഫസ്റ്റ് സാധനം കിട്ടി, ജി എൻ പി എം പി കിട്ടി. ആദ്യ സ്റ്റെപ്പ് ജി എൻ പി എം പി കാണാനാണ്. ജി എൻ പി എം പി കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. വേജ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് NIT പ്ലസ് NFA. ഓക്കെ ഓക്കെ ആണ്. അടുത്തത് എടാ ജി എൻ പി എം പി കഴിഞ്ഞാൽ ജി എൻ പി എഫ് സി ആണ്. ജി എൻ പി എം പിമാരുടെ എഫ് സി ആയി. അതാണ് അടുത്ത കാണാനുള്ളത്. എന്താണ്, ജി എൻ പി ആരാണ്, എഫ് സി ആണ് കാണാനുള്ളത്. ജി എൻ പി എഫ് സി കാണാനും. അപ്പൊ ജി എൻ പി എഫ് സി കാണാനുള്ള ഇക്വേഷൻ എന്താ, ജി എൻ പി എം പിയിൽ നിന്നും എന്ത് കുറയ്ക്കുക, NIT കുറയ്ക്കുക കേട്ടോ. എം പിയിൽ നിന്നും എഫ് സി കാണാൻ എം പിയിൽ നിന്ന് NIT കുറച്ച് കഴിഞ്ഞാൽ കിട്ടി 2000 മൈനസ് എത്രയാണ്, NIT എത്ര ക്വസ്റ്റ്യനില്, NIT എത്ര 100 ആണ്. അപ്പൊ എത്ര കിട്ടി, 1900 കേട്ടോ. 1900 കിട്ടി. 2 ഇക്വേഷൻ പഠിച്ചു വെച്ച് ജി എൻ പി എം പി കിട്ടിക്കഴിഞ്ഞാൽ ജി എൻ പി എഫ് സി കാണാൻ എന്ത് ചെയ്താൽ മതി, ആ ജി എൻ പി എം പിയിൽ നിന്നും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ മതി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തൊക്കെയോ അവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. അതിൽ ഒരു സംശയമില്ല, പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് കാണാനുള്ള എന്താ, ഞാൻ രണ്ടാമത്തെ അടുത്ത എന്താണ്, NNP MP. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് NNP MP NNP FC ആണ് കണ്ടുപിടിക്കാനുള്ളത്. NNP MP യും NNP FC യും അത് നമുക്കിവിടെ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ്, NNP MP കാണാനുള്ള ഇക്വേഷൻ എന്താ, NNP MP കാണാനുള്ള ഇക്വേഷൻ NNP MP ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, NNP MP കാണാൻ GNP MP യിൽ നിന്നും എന്ത് കുറച്ചാൽ മതി, ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. GNP MP യിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. GNP MP നമുക്ക് കിട്ടിയിട്ട് 2000. GNP MP 2000 ആണെന്ന് കിട്ടിയത്. ഡിപ്രീസിയേഷൻ 50 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ എത്ര കിട്ടും, 1950 കിട്ടിട്ടോ. അടുത്ത കിട്ടി GNP NP യിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ച NNP MP കിട്ടി. ഓരോന്നും പഠിക്കണം. അത്രയും ടഫാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തെന്താ കണ്ടുപിടിക്കേണ്ടത്, NNP FC കണ്ടുപിടിക്കേണ്ടത്. അടുത്തെന്താ കണ്ടുപിടിക്കേണ്ടത്, NNP FC ആണ്. എം പിയിൽ നിന്നും FC ആണ് എന്ത് ചെയ്താൽ മതി, NNP MP യിൽ നിന്നും എന്ത് കുറച്ചാൽ മതി, NIT കുറച്ചാൽ മതി. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ NIT കുറച്ചാൽ മതി. അപ്പോൾ എത്രയാണ്, 1950 മൈനസ് NIT നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് NIT എത്ര ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, 100 ആണ് കേട്ടോ. 100 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 1850 അതും കിട്ടി നമുക്ക്. അടുത്ത 2 ഇക്വേഷൻ NNP MP കാണാൻ GNP MP യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി.
NNP MP തന്നിട്ട് NNP FC കാണാൻ എന്ത് ചെയ്താൽ മതി, NIT കുറച്ചാൽ മതി. എടാ ഇത് ശ്രദ്ധിക്കാതെ ഒന്നും മനസ്സിലാവില്ലേ? ഓക്കെ, അടുത്തത് GDP MP കാണാനാണ്. അടുത്തെന്താ വെച്ചിട്ടുള്ളത്? GDP MP കാണാനാണ് വെച്ചിട്ടുള്ളത്. അടുത്തെന്താണോ വെച്ചിട്ടുള്ളത്? GDP MP. ഓരോന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. GDP MP കാണാൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. GDP MP കാണാനുള്ള ഇക്വേഷൻ എന്താ? GDP MP എന്ന് വെച്ചാൽ എന്താ? GNP MP യിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? NFIA കുറച്ചാൽ മതി, NFA കുറച്ചാൽ മതി. GNP MP യിൽ നിന്നും NFA. എടാ GNP ആണ് വലിയ ആള്, അതിന് കുറച്ച് താഴെ വരുന്ന ആളാണ് അത് GDP. എന്നിൻ്റെ താഴെയാണ് D വരിക എന്ന് മനസ്സിലാക്കുക. അപ്പം അതിന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്, NFA കുറയ്ക്കുക. ഇപ്പം എത്ര ഏട്ടാ? GDP MP എന്ന് വെച്ചാൽ GDP MP എന്ന് വെച്ചാൽ GNP MP NFI കുറച്ചാൽ മതി. അപ്പോൾ 2000 മൈനസ് 150, 2000 മൈനസ് 150 ഇത് ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടാ? 1850 കേട്ടോ, 1850. ഇതും നമുക്ക് കിട്ടി കേട്ടോ, ഇതും കിട്ടി. ഓക്കെ, GDP MP കിട്ടി. അടുത്തെന്താ കാണേണ്ടത്? GDP FC ആണ്. എന്താണ് കണ്ടത്? GDP FC കാണാനാണ്. GDP FC കാണാൻ എന്ത് ചെയ്താൽ മതി? അവിടുന്ന് നേരെ അങ്ങോട്ട് NIT കുറച്ചാൽ മതി. GDP MP യിൽ നിന്നും ആര് കുറച്ചാൽ മതി? NIT. MP യിൽ നിന്നും FC കാണാൻ NIT കുറയ്ക്കുക. MP കോൺസെപ്റ്റിൽ നിന്ന് FC കാണാൻ NIT കുറച്ചെടുത്താൽ മതി. GDP MP നമുക്ക് എത്ര കിട്ടിയത്? 1850 ആണ്. NIT എത്ര ക്വസ്റ്റ്യനുള്ളത്? NIT ക്വസ്റ്റ്യനിൽ 100 ആണുള്ളത്. 100 ചെയ്യേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? 1750. ഇത് അങ്ങനെ പഠിച്ചു വെക്കണേ, അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഒന്നും ചെയ്യാനില്ല. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് പ്രോബ്ലംസ് ആർ സെറ്റ്. ഞാൻ അങ്ങനെ ഓരോന്ന് എഴുതി വെക്കുന്നുണ്ട്, അത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഇനി 2 കൂടെ കണ്ടുപിടിക്കാനുള്ളത് ഏതൊക്കെയാ? NDP MP. അടുത്തതാണത് NDP MP കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്ത് ചെയ്താൽ മതി? GDP MP യിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. GDP MP യിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. NDP MP കാണാൻ GDP MP ഡിപ്രീസിയേഷൻ 1850 മൈനസ് 50. 1850 മൈനസ് 50 എത്ര കിട്ടും? 1800 കിട്ടി. ദ ലാസ്റ്റ് വൺ, ഇതും കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ കണ്ടുപിടിക്കേണ്ടതാണ്. NDP FC കേട്ടോ, NDP FC ആണ് കാണുന്നത്. MP യിൽ നിന്നും FC ആണ് എന്ത് ചെയ്താൽ മതി? NDP FC മൈനസ് എന്ത് ചെയ്താൽ മതി? NIT ചെയ്താൽ മതി. NDP FC എത്ര കിട്ടിയത്? 1800 മൈനസ് NIT എത്ര? 100. എത്ര കിട്ടും? 1700. ഓരോന്നും നോക്കുക, ഓരോന്നും പഠിച്ചു വെക്കാം. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻ്റ്. ഒന്നും അതിൽ പറയാനില്ല. അത്രയും ഒന്നെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. അത്രയും എന്താണ്? പക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും പറയാനില്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ, ദ മോസ്റ്റ് ടഫസ്റ്റ് വൺ. ഇതിലൊന്നും ചെയ്യാനില്ല കേട്ടോ. അത്രയും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇത് പഠിക്കാനുണ്ട് കേട്ടോ. മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, ഒന്നും കൂടെ നോക്കുക. ഇവിടെ നോക്കുക, ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, നോക്കുക ഓരോ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻ നോക്കുക. സാർ അതെങ്ങനെയാ? എടാ ഇത് പഠിക്കണം കേട്ടോ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നും ഇനി പേടിക്കാനില്ല. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ പവർഫുൾ ആണ്, നിങ്ങൾ സെറ്റാണ്, നിങ്ങൾ അടിപൊളിയായിരിക്കും. നമുക്ക് ഓരോന്നും പഠിക്കാണ്ട്. ഏതൊക്കെയാണ്? GNP MP GNP FC, NNP MP NNP FC, GDP MP GDP FC, NDP MP NDP FC. ഇങ്ങനെ ഓരോന്നും ഈച്ച് ആൻഡ് എവരി പോയിന്റ്. NDP FC മനസ്സിലായില്ല? NDP FC MP യിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? സോറി ഇവിടെ MP ആണേ. ഗുഡ്. എഴുതിയപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചാണ്. ഓക്കെ, എന്ത് ചെയ്താൽ മതി? NDP MP യിൽ നിന്നും NIT കുറച്ചാൽ മതി.
MP-യിൽ നിന്നും NIT കുറച്ചാൽ മതി. അപ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദ മോസ്റ്റ് ടഫസ്റ്റ് ക്വസ്റ്റ്യൻ, അവിടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ച് നിങ്ങൾ വേറെ ഒന്നും പഠിക്കണ്ട, നിങ്ങൾ ഒന്നും കേൾക്കണ്ട. ഈ ലാസ്റ്റ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലംസ് പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്ററിലെ മോസ്റ്റ് ടഫസ്റ്റ് സാധനം നമ്മൾ ഡീൽ ചെയ്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒന്നും പറയാനില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും പറഞ്ഞു, ക്വസ്റ്റ്യനും പറഞ്ഞു. എക്സാമിനുണ്ടാവും. എക്സാമിന് 8 മാർക്കിൻ്റെ ചോദ്യം വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. 8 മാർക്കിൻ്റെ ചോദ്യം അല്ലേ? സെറ്റായി. ഇപ്പം അങ്ങനെ പഠിക്കും. നിങ്ങൾ ആ ഫ്ലോയിൽ തന്നെ പഠിക്കുക. ഞാൻ ഓരോ കാര്യങ്ങളും വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട്, വൃത്തിക്ക് സെറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കും. നിങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ക്ലാസ് എടുത്ത് കേൾക്കുക. ഓക്കെ, ദ മോസ്റ്റ് ടഫസ്റ്റ് ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ ഫൈനൽ ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾ എഴുതണം, പഠിക്കണം. അത്രയും നിർബന്ധമാണ് കേട്ടോ, അത്രയും നിർബന്ധമാണ്. അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരുപാട് കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ഇൻകം എന്താണ്, GDPFC, NDPFC, NNPFC, നാഷണൽ ഇൻകം കാണാൻ 3 മെത്തേഡ്, അതുപോലെ തന്നെ എന്താണ് ഓരോ മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓരോ മെത്തേഡും ഷിഫാന, സിനു, ഓക്കെ ഓരോന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈച്ച് ആൻഡ് എവരി ക്വസ്റ്റ്യൻസും ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫുൾ സ്ട്രോങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക്സ് എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ ആണ്. ഇനി മാർക്ക് താഴത്തില്ലടാ, നമുക്ക് സെറ്റ് ചെയ്യണം, അടിപൊളിയായിട്ട് നിൽക്കണം. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് കൃത്യമായിട്ട്. എക്കണോമിക്സ് നമ്മൾ എന്ത് ചെയ്യും, സെറ്റാക്കും, പൊളിച്ചെടുക്കും. ഓക്കെ, നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്തെടുക്കും കേട്ടോ, ഓരോന്നും നമ്മൾ സെറ്റ് ചെയ്തെടുക്കും കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻ ലാസ്റ്റ് നമ്മൾ ചെയ്ത 2 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 2 ക്വസ്റ്റ്യനും പഠിച്ച് നിങ്ങൾക്ക് പബ്ലിക് എക്സാമോ ഏത് എക്സാമോ ആയിക്കോട്ടെ, അത് നിങ്ങൾ എന്ത് ചാർജ് ആവും അല്ലേ? ചാർജായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ സലാം റോക്കി ബായ് അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നിങ്ങളുടെ മാർക്ക് കണ്ടിട്ട് എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാ, ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോടാ, നിങ്ങൾ ഇങ്ങനെ സെറ്റായി നിൽക്കണം, അടിപൊളിയായി നിൽക്കണം. ഈ ചാനൽ ഇത് ഏറ്റവും ടഫസ്റ്റ് ചാപ്റ്ററാണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് ഉറങ്ങുക, പഠിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക. ഓക്കെ, സെറ്റാണേ, ബൈ ബൈ. ഓക്കെ, ശരി, താങ്ക് യു കേട്ടോ. എല്ലാവർക്കും താങ്ക് യു, എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. പഠിക്കട്ടോ. ഓക്കെ, പഠിക്കണം കേട്ടോ. ബൾട്ടി. ഓക്കെ, ഫുൾ മൂവി ഡയലോഗ്സും അതുകൊണ്ട് കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, സെറ്റല്ലേ? സെറ്റാണ്. ഓക്കെ, ബൈ ബൈ കേട്ടോ. ശരിയേ, സെറ്റാണേ. താങ്ക് യു. സർ ഏത് ട്രിപ്പ് ഷോപ്പ്? ഇത് ഇവിടെ നമ്മുടെ എക്സാം വിന്നർ തന്നെ കേട്ടോ. ഓക്കെ.